ഹലോ. നമസ്കാരം മാഷേ. നമുക്ക് ആരംഭിക്കാം അല്ലേ? ആരംഭിക്കാം. ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കാം, പറഞ്ഞോ. എല്ലാവർക്കും നമസ്കാരം. SNM ട്രെയിനിങ് കോളേജ് മൂത്തകുന്നത്തിന്റെ ആഭിമുഖ്യത്തിൽ, ലിറ്റററി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ആഴ്ചതോറും നടത്തി വരാറുള്ള പ്രതിവാര പുസ്തക നിരൂപണ അഥവാ പുസ്തക ചർച്ച സമയമാണ് ഇന്ന്. എല്ലാ വ്യാഴാഴ്ചകളിലും ഈ സമയത്ത് നമ്മൾ ഇതുപോലെ ഗൂഗിൾ മീറ്റിൽ ഒത്തുകൂടാറുണ്ട്. വ്യാഴാഴ്ച വായനാഴ്ച എന്ന് പേരിട്ടിരിക്കുന്ന നമ്മുടെ ഈ എളിയ പരിപാടിയുടെ ഈ ആഴ്ചയിലെ പതിപ്പ് ഇന്നിവിടെ ആരംഭിക്കുകയാണ്. ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാൻ എടുത്തിരിക്കുന്ന പുസ്തകത്തിന്റെ രചയിതാവും ഇതിന്റെ കൂടെ നമ്മുടെ ഈ ശ്രമത്തിന്റെ കൂടെ പങ്കുചേർന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷം തരുന്ന കാര്യമാണ്. പല പുസ്തകങ്ങൾ ചർച്ച ചെയ്യുമ്പോഴും അതിന്റെ രചയിതാക്കൾ നമ്മുടെ കൂടെ ഒത്തുചേരാറുണ്ട്. ഇപ്രാവശ്യം അങ്ങനെ അദ്ദേഹം വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പരിപാടി തുടങ്ങാം. പരിപാടിയിലേക്ക് ഔപചാരികമായിട്ട് സ്വാഗതം പറയുന്നതിനായിട്ട് രണ്ടാം വർഷ B.Ed കൊമേഴ്സ് വിദ്യാർത്ഥിനിയായ അനുവിനെ ക്ഷണിക്കുകയാണ്. ഹലോ സർ, ഓഡിയോബിൾ ആണോ? അതെ. ഓക്കെ സർ. എല്ലാവർക്കും നമസ്കാരം. വിദ്യാർത്ഥികൾക്കിടയിൽ വായനാശീലം വർദ്ധിക്കാനും അതിലൂടെ അവരെ സ്വതന്ത്രമായി ചിന്തിക്കുവാനും ജീവിതത്തിൽ പുതുചിന്തകളെ ഉണർത്തുക എന്ന ലക്ഷ്യത്തോടും കൂടി നമ്മൾ നടത്തിവരുന്ന പ്രോഗ്രാമാണ് വ്യാഴാഴ്ച വായനാഴ്ച. ഈ പ്രോഗ്രാമിന്റെ പുതിയ ഒരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ പരിപാടിയുടെ അധ്യക്ഷ പദം അലങ്കരിക്കുന്നത് നമ്മുടെ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സുസ്മിത PS മാം ആണ്. ഏതൊരു പ്രോഗ്രാമിനും എല്ലാ പിന്തുണയും നൽകി നമ്മോട് കൂടി നിൽക്കുന്ന മാമിനെ ഏറെ സ്നേഹത്തോടെ തന്നെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ വ്യാഴാഴ്ച വായനാഴ്ച പരിപാടി ഏറ്റവും ഊർജ്ജസ്വലമായി നടത്തിക്കൊണ്ടു പോകുന്നത് നമ്മുടെ കൃഷ്ണകുമാർ മാഷിന്റെയും ഹീര മാമിന്റെയും നേതൃത്വത്തിലാണ്. ഈ ഒരു പരിപാടി ഇന്നും നിലയ്ക്കാതെ കൊണ്ടുപോകുന്ന അവരുടെ ആ ആത്മാർത്ഥതയും അവരുടെ വായനയോടുള്ള ആ ഒരു അഗാധമായ സ്നേഹത്തെയും ഓർത്തുകൊണ്ട് അവരെ ഇരുവരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മോടൊപ്പം ചേർന്നിരിക്കുന്ന വിശിഷ്ട അതിഥിയെക്കുറിച്ച് പറഞ്ഞാൽ, യാത്രകളെയും അനുഭവങ്ങളെയും തിരിച്ചറിവുകളെല്ലാം എഴുത്തിലൂടെ കോർത്തിണക്കിക്കൊണ്ട് കഥകൾ സൃഷ്ടിക്കുന്ന ഒരു അധ്യാപകനാണ്, എഴുത്തുകാരനാണ്, ഒരു യാത്രക്കാരനാണ് നിസാർ ഇൽത്തുമിഷ് സർ. സാറാണ് ഇന്ന് നമ്മുടെ കൂടെ സാന്നിധ്യം അറിയിച്ചിരിക്കുന്നത്. കോഴിക്കോട് ജില്ലയിലെ ഓമശ്ശേരിയിലാണ് സാറിന്റെ ജനനം. മണാശ്ശേരി MA MO കോളേജിലെ ജേർണലിസം വിഭാഗത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസറായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചു വരുന്നു. സാറിനെ ഏറെ സ്നേഹത്തോടെയും സന്തോഷ പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് വേണ്ടി പുസ്തകം അവതരിപ്പിക്കുന്നത് രണ്ടാം വർഷ B.Ed മലയാളം വിദ്യാർത്ഥിനി സ്നേഹ M ആണ്. നിസാർ ഇൽത്തുമിഷ് സാറിന്റെ നൂറുൽ മുനീറുൽ പൂർണ്ണാനന്ദ എന്ന പുസ്തകത്തെക്കുറിച്ചുള്ള നിരൂപണവും വിശേഷങ്ങളുമാണ് സ്നേഹ നമ്മോട് പങ്കുവെക്കുന്നത്. സ്നേഹയെ ഏറെ സ്നേഹത്തോടെ തന്നെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ ഒരു സെഷന്റെ മോഡറേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്ന രണ്ടാം വർഷ B.Ed മലയാളം വിദ്യാർത്ഥി വിശ്വാസ് ബൈജു, ഇന്ന് ഈ ഒരു പരിപാടിക്ക് നന്ദി അർപ്പിച്ച് സംസാരിക്കുന്ന രണ്ടാം വർഷ B.Ed ഇംഗ്ലീഷ് വിദ്യാർത്ഥിനി അതുല്യ കാർത്തികേയൻ, ഇരുവരെയും ഞാൻ ഏറെ സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു പരിപാടിയിൽ ഇന്ന് പങ്കെടുക്കുന്ന മറ്റെല്ലാ അധ്യാപകരെയും അനധ്യാപകരെയും വിദ്യാർത്ഥി സുഹൃത്തുക്കളെയും ഒരിക്കൽ കൂടി ഹൃദയപൂർവ്വം ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. നന്ദി അനു. പരിപാടിയിലേക്ക് നമുക്ക് നേരിട്ട് കടക്കാം. പക്ഷെ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, സാർ നമ്മളൊരു നാട്ടുകാരാണ്. എൻ്റെ വീട് കോഴിക്കോട് മുക്കത്താണ്. അടിപൊളി. മുക്കത്ത് എവിടെയാ? മുക്കത്ത് കാരമൂല. ഓക്കെ. നമുക്ക് നാട്ടിൽ വെച്ച് കാണാം കേട്ടോ. ഓ, തീർച്ചയായിട്ടും.
എന്നാൽ നമുക്ക് നൂറുൽ മുനീറുൽ പൂർണ്ണാനന്ദ എന്ന പുസ്തകത്തിന്റെ വായനാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിനായിട്ട് സ്നേഹയെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. കേൾക്കാലോ? കേൾക്കാം കേൾക്കാം. ഓക്കെ. അപ്പോൾ ഇന്നിവിടെ ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത് നൂറുൽ മുനീറുൽ പൂർണ്ണാനന്ദ എന്ന് പറഞ്ഞിട്ടുള്ള നിസാർ ഇൽത്തുമിഷ് സാർ എഴുതിയിട്ടുള്ള ഒരു നോവലാണ്. അപ്പോൾ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ഇതിൽ ഈ പുസ്തകത്തിൻ്റെ 3ാമത്തെ പതിപ്പാണ് ഇപ്പം എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട് കാശിയിലെ ശ്മശാന ഘാട്ടുകളുടെ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട നോവൽ എന്നുള്ളത്. അപ്പം ഇതിൻ്റെ കവർ പേജ് തന്നെ നമ്മളെ ഏറ്റവും കൂടുതൽ അതിശയിപ്പിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ ഒരു വായനക്കാരനെ വായിക്കാൻ പ്രേരിപ്പിക്കുന്ന തരത്തിൽ ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഉള്ളിൽ ഉള്ളത് എന്നുള്ളത് വളരെ ക്യൂരിയസ് ആയിട്ടാണ് ഞാൻ വായിക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. മാഷിനോട് ചോദിച്ചു വാങ്ങിയ പുസ്തകമാണിത്. അപ്പോൾ കുറേ റീലുകളിലും അല്ലെങ്കിൽ റിവ്യൂകളിലൊക്കെ കണ്ടതിന് ശേഷമാണ് ഈ പുസ്തകത്തിലേക്ക് ഞാൻ കടക്കുന്നത്. അപ്പോൾ ഈ പുസ്തകത്തെ പറ്റി ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ഇത് പ്രധാനമായിട്ടും 20 അധ്യായങ്ങളായിട്ട് അല്ലെങ്കിൽ 20 ഭാഗങ്ങളായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ ഓരോ ഭാഗം എന്ന് പറയുന്നതും ഒരു സിനിമാറ്റിക് പോലെ നമ്മളെ വായനയിലേക്ക് അത്രത്തോളം കടത്തുന്ന ഭാഗങ്ങളാണ്. അപ്പോൾ കഥകളും ഉപകഥകളും ഒരുപാട് കഥാപാത്രങ്ങളുമായിട്ട് മാറുന്ന ഒരു സവിശേഷതയാണ് ഈ കൃതിയിൽ പ്രധാനമായിട്ടും കാണുന്നത്. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ കൃതിയുടെ കഥ പറഞ്ഞു പോകുക എന്നുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ആ കൃതി പലതരം ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്, പലതരം മനുഷ്യരെ പറ്റി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സമൂഹത്തിൻ്റെ ജീവിതം എങ്ങനെയാണ്, അവരുടെ ചരിത്രം എങ്ങനെയാണ്, കുടിയേറ്റം എങ്ങനെയാണ്, പ്രണയം എങ്ങനെയാണ്, പണം മനുഷ്യനെ ഏത് തരത്തിലാണ് സ്വാധീനിക്കുന്നത്, അങ്ങനെ പലതരത്തിലുള്ള ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ് ഈ ഒരു കൃതി പ്രധാനമായിട്ടും ചെയ്യുന്നത്. അതുപോലെ തന്നെ മനുഷ്യന്റെ കർമ്മഫലം എന്താണ് മനുഷ്യന്റെ സങ്കടത്തിന്റെയും പിണക്കത്തിന്റെയും പരിഭവത്തിന്റെയും ഒക്കെ കഥകൾ ഇതിൽ പ്രധാനമായിട്ടും കടന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് തന്നെ ആദ്യം എല്ലാ കഥകളെയൊന്നും പൂർണ്ണമായിട്ട് പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നില്ല. അപ്പൊ ആദ്യം തന്നെ ഗംഗയിൽ എന്ന് പറയുന്നതാണ് ആദ്യത്തെ നോവലിന്റെ ഭാഗത്തിന്റെ പേര്. അപ്പൊ അവിടെയാണ് ഈ നൂറുൽ മുനീറുൽ പൂർണ്ണാനന്ദ എന്ന് പറയുന്ന ഒരു സ്വാമി കടന്നു വരുന്നത്. അപ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഭാഷയിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റാത്ത തരത്തിലാണ് അത് കടന്നു പോകുന്നത്. പിന്നീട് ജ്ഞാനവാദി എന്ന് പറയുന്ന ഭാഗത്തിൽ ഈ കാശിയിൽ നടക്കുന്ന പലതരം കാര്യങ്ങൾ, അവിടുത്തെ മനുഷ്യർ, അവിടെ നടക്കുന്ന പലതരത്തിലുള്ള സാഹചര്യങ്ങളെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി പല സ്ഥലങ്ങളിലും ഇടപെടുന്ന ഒരു കൃതിയായിട്ട് ഇതിനെ പറഞ്ഞു വയ്ക്കും. അതുപോലെ തന്നെ ഇപ്പം കാശിയിലും അത്തരം വാരണാസി പോലെയുള്ള സ്ഥലങ്ങളിൽ ഡോം രാജ എന്ന് പറയുന്നൊരു സമുദായം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഡോം രാജയുടെ ചരിത്രത്തിലൂടെയാണ് ആദ്യത്തെ 2 ഭാഗങ്ങളും കുറച്ച് വ്യത്യസ്തമായിട്ട് ഒരു വായനയിലേക്ക് നമ്മളെ കടത്തിവിടുന്ന ഒരു തന്ത്രം മാത്രമാണ് ആ 2 ഭാഗങ്ങളിലായിട്ട് കാണാൻ പറ്റുന്നത്. അതിനുശേഷം ഡോം രാജ എന്ന് പറയുന്ന ഒരു 3ാമത്തെ ഭാഗത്തിലേക്ക് എത്തുന്ന സമയത്ത് ഓം പ്രകാശ് ചൗധരി എന്ന് പറയുന്ന കഥാപാത്രത്തിലൂടെ ഡോം സമുദായം എങ്ങനെയാണ് ഉണ്ടായത്, ഈ ഡോം സമുദായത്തിന്റെ പ്രത്യേകതയാണ് പറയുന്നത്. അപ്പോൾ ഡോം രാജകൾ എന്ന് പറയുന്നത് ഈ കാശിയിലൊക്കെ ശവങ്ങൾ കത്തിക്കാൻ അധികാരമുള്ള അവകാശമുള്ള ഒരു സമുദായമായിട്ടാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ആ സമുദായം എങ്ങനെയാണ് ഉള്ളത്? ഓം പ്രകാശ് ചൗധരിയുടെ അച്ഛൻ മരിക്കുന്നു, അച്ഛനായിട്ടുള്ള ഒരു ഡോം മരിക്കുകയാണ്. അപ്പോൾ അവരുടെ കഥയിലൂടെയാണ് ഇത് തുടങ്ങുന്നത്. അപ്പോൾ പലതരത്തിലുള്ള ചരിത്രങ്ങൾ ഈ ഡോം രാജ സമൂഹത്തിനുണ്ട്. അപ്പം അതിൽ നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത് ശിവന്റെയും പാർവതിയുടെയും കഥയാണ്. അപ്പം ആ ഒരു കഥയിൽ നിന്ന് ഒരു വിപ്ര സമുദായത്തിൽ അല്ലെങ്കിൽ ഒരു ബ്രാഹ്മണരുടെ സമുദായത്തിൽ ഉണ്ടായിരുന്ന ഒരു മനുഷ്യർ എങ്ങനെയാണ് ഡോമുകളായി മാറിയത്, അവർ ഒരു ചണ്ടാല കുലായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് ആ ഒരു സമുദായത്തിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ ഭയങ്കര സ്വാധീനമുണ്ട്. അവർക്ക് കൂടുതലായിട്ടുള്ള
ഒരു ഡൊമിനൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് അവർ എന്നാണ് പൊതുവെ എല്ലാവരും അംഗീകരിച്ചു പോരുന്നത്. അവരുടെ മരണത്തിൽ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ മരണത്തിൽ ഇവരാണ് ആദ്യത്തെ 5 കൊള്ളി വെക്കേണ്ടത് എന്നാണ് പൊതുവെ വിശ്വസിച്ചു പോരുന്നത്. പക്ഷേ ഇത്തരത്തിൽ എല്ലാവരും അംഗീകരിക്കുന്നുണ്ടെങ്കിൽ പോലും എന്താണ് ഈ ഈ മരിക്കുന്ന മനുഷ്യരെ ഏറ്റെടുക്കുന്ന ഇവർക്ക് സമൂഹത്തിൽ എത്രത്തോളം പ്രാധാന്യം ഉണ്ട് എന്നുള്ളത് ഇതിൽ ഉന്നയിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ഈ ആദ്യ ഭാഗത്ത് ഒരു ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഡോമുകൾക്കിടയിൽ തന്നെ ഒരു കുട്ടി അമ്മയോട് ചോദിക്കുന്നുണ്ട്, ആരും മരിക്കാത്ത ദിവസം നമ്മളെങ്ങനെ ആഹാരം കഴിക്കും? വളരെ കുഞ്ഞായിരുന്നപ്പോൾ ഡോം രാജ അമ്മയോട് ചോദിച്ചതാണ്. അപ്പോൾ അമ്മയോട് ഇവരുടെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത്, ഇവര് വീട്ടിൽ ഭക്ഷണം വെക്കണമെങ്കിൽ കൂടെ ഈ മനുഷ്യരെ കത്തിച്ചിട്ടുള്ള തീയിൽ നിന്ന് വേണം ഇവർക്ക് അന്നന്നത്തെ ഭക്ഷണം വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആരും മരിക്കാത്ത ദിവസം നമ്മളെങ്ങനെ ആഹാരം വെക്കും എന്നുള്ള കുഞ്ഞായിരിക്കുമ്പോൾ ഈ ഡോംരാജ് അമ്മയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അമ്മ പറയുന്ന ഒരു ഉത്തരം അങ്ങനെ പറയരുത് എന്നാണ്. അപ്പോൾ കാരണം അവർക്ക് അങ്ങനൊരു മരണം ഇല്ലെങ്കിൽ അവർക്ക് മുന്നോട്ടുള്ള ജീവിതം വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് വലിയൊരു മഹാഭാഗ്യമാണ് ഈ ഡോമുകളാവുന്നത് എന്നൊക്കെ പരമ്പരകളായിട്ട് ഇവർ പറഞ്ഞു പോരുന്നുണ്ട്. പക്ഷെ എന്താണ് മഹാഭാഗ്യം എന്നുള്ളത് ഇത്ര കാലം ആലോചിച്ചിട്ടും അവർക്ക് പിടികിട്ടുന്നില്ല. കാരണം എന്താണ്, ഇപ്പം നമ്മൾ ഓരോരുത്തരും അവർ കൊള്ളാം അല്ലെങ്കിൽ അവർ സമൂഹത്തിൽ ഭയങ്കര ഉന്നതാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവർ അനുഭവിക്കുന്നുണ്ട്. അപ്പം അത്തരത്തിലുള്ള അവരുടെ പ്രശ്നങ്ങളെല്ലാം ഈ ഒരു കൃതിയിൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പം അത്തരത്തിലുള്ള സമുദായങ്ങളെ പറ്റിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു അടയാളപ്പെടുത്തൽ ഇതിൽ വരുന്നുണ്ട്. അതിനുശേഷമാണ് 4ാമത്തെ ഒരു അധ്യായമായിട്ട് മുഹീദ്ദീൻ മാല എന്ന് പറയുന്നത് കടന്നു വരുന്നത്. അപ്പോൾ ഓരോ ഭാഗങ്ങളുടെ പേരുകളും എന്താണ് കണക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അവ ആശയപരമായിട്ട് ബന്ധപ്പെടുത്തുന്നതിനൊരു ഭംഗി നമ്മളെ ഓരോരുത്തരെയും ഭയങ്കരമായിട്ട് അതിശയിപ്പിക്കുന്നത്. കാരണം മുഹീദ്ദീൻ മാല എങ്ങനെയാണ് ഇതിൽ മുഹീദ്ദീൻ മാല വരുന്നത് എന്നുള്ളത് സംശയപൂർവ്വമാണ് വായിക്കുന്നത്. അപ്പം ഈ ഭാഗത്തോടു കൂടിയാണ് നമ്മൾ ഇതിൻ്റെ കഥാപാത്രങ്ങളിലേക്ക് കടക്കുന്നത്. ജയദേവനും ഇന്ദിര എന്ന് പറയുന്ന 2 കഥാപാത്രങ്ങൾ. അവർ കാശി നഗരം കാണുന്നതിന് വേണ്ടിയിട്ട് ഈ ഇന്ദിര ജയദേവന്റെ ഭാര്യയാണ്. അപ്പോൾ ഇന്ദിര ജയദേവൻ അത്ര അങ്ങനെ അമ്പലങ്ങളിലൊന്നും പോകാൻ താല്പര്യപ്പെടാത്തൊരു വ്യക്തിയാണ്. പക്ഷെ ഉന്തിത്തള്ളി ജയദേവനെ കൊണ്ടുവരികയാണ് ഇന്ദിര. അങ്ങനെ അവര് കാശിയിലേക്ക് യാത്ര തുടങ്ങുകയും കാശിയിൽ എത്തുകയും ചെയ്യുകയാണ്. അപ്പോൾ പലതരത്തിലുള്ള മിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവരവിടെ കാണുന്നത്. അപ്പോൾ പലതരത്തിലുള്ള എന്തൊക്കെ പ്രാർത്ഥിക്കണം എന്നിവർ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ 2 പേരുടെ ഉദ്ദേശങ്ങൾ വേറെയാണ്, പലതരത്തിലാണ്. പക്ഷെ അവിടെ കാണുന്ന കാഴ്ചകളെല്ലാം ഈ ജയദേവന് ഭയങ്കര അതിശയം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഈ പശുക്കളെ ഇപ്പോൾ ഒരുപാട് മനുഷ്യർ നടക്കുന്ന സ്ഥലങ്ങളിൽ പശുക്കളെ മേയാൻ വേണ്ടി വിട്ടിരിക്കുകയാണ്. അപ്പം അത് കാണുന്ന സമയത്ത് ഓരോ മനുഷ്യർ ഈ പശുവിനെ കാണുമ്പോൾ നമ്മളതിനെ ഒരു വിഗ്രഹത്തെ കാണുന്ന പോലെ, ഒരു ഈശ്വരനെ കാണുന്ന പോലെ അവനെ അത്രയും കൂടുതലായിട്ട് പരിഗണിക്കുന്നത് കാണുകയാണ്. അപ്പോൾ ആ സമയത്ത് പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പം അതിൽ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു വരി ഞാൻ വായിച്ചു തരാം. മനുഷ്യർ ചവറ്റുകൂനയിൽ ആഹാരം തപ്പുമ്പോൾ പശുക്കൾക്ക് സ്വർണ്ണത്തളികയിൽ പഴങ്ങൾ നീട്ടുന്ന നാട്. നാണം മറയ്ക്കാൻ തുണിയില്ലാതെ മനുഷ്യർ നടക്കുമ്പോൾ പശുവിൻ്റെ കാൽക്കൽ വിലയേറിയ മഞ്ഞപ്പട്ട് കാഴ്ചവെക്കുന്നു. വൃദ്ധരും രോഗികളും കുഞ്ഞുങ്ങളും വഴിവക്കിൽ വീടും കൂടുമില്ലാതെ അനാഥരായി തണുത്തു വിറച്ചുറങ്ങുമ്പോൾ പശുക്കൾക്ക് മാത്രമായി എത്രയെത്ര വിശ്രമശാലകളാണ്. ഉത്തരേന്ത്യക്കാരുടെ ഈ പശുരാഷ്ട്രീയം എത്ര ആലോചിച്ചിട്ടും ജയദേവിന് പിടികിട്ടിയില്ല. അപ്പോൾ പലതരത്തിലുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒരൊറ്റ ഭാഗം കൊണ്ട് പറഞ്ഞു വെക്കാൻ ശ്രമിക്കുകയാണ് ഈ ഒരു ഭാഗത്തിലൂടെ. അപ്പോൾ അവിടെ കാണുന്ന അഘോരികൾ, അവരുടെ ജീവിതം, അവരുടെ ജീവിത സാഹചര്യങ്ങൾ, ഇതെല്ലാം ജയദേവനിൽ വല്ലാത്ത തരത്തിലുള്ള ഒരു ചിന്ത ഉണ്ടാക്കുകയാണ്. ആ സമയത്താണ് പെട്ടെന്ന് മുഹീദ്ദീൻ മാലയുടെ ആദ്യ ഭാഗങ്ങൾ ചൊല്ലിക്കൊണ്ട് ഒരു വ്യക്തി പെട്ടെന്ന് കടന്നു വരുന്നത്. അപ്പോൾ ഈ മുഹീദ്ദീൻ മാലയിലെ ഭാഗങ്ങൾ പെട്ടെന്ന് തന്നെ ഈ ജയദേവന്, ഒരു ഹിന്ദു മതത്തിൽ ജനിച്ചു വളർന്ന ജയദേവന് പെട്ടെന്ന് തന്നെ മനസ്സിലാവുകയാണ്. അപ്പോൾ ഇതാര്, അല്ലെങ്കിൽ മുഹീദ്ദീൻ മാല ഇങ്ങനെ ചൊല്ലി നടക്കുന്ന വ്യക്തി ആര് എന്നുള്ള കാര്യങ്ങളെല്ലാം ജയദേവൻ ആലോചിക്കുന്നുണ്ട്. പെട്ടെന്നാണ് ഇയാൾ ആ സ്ഥലത്തുനിന്ന് മാറിയും താൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോവുകയും ചെയ്യുന്നത്. അപ്പോഴാണ് ജയ എന്നുള്ളൊരു വിളി കേൾക്കുന്നതും തൻ്റെ കഴുത്തിൽ കിടന്നിരുന്ന മന്ത്രിച്ചിട്ടുള്ള ഒരു ചരട്
ഈ വ്യക്തിയുടെ കയ്യിൽ കൊടുത്ത് മുനീറുൽ പൂർണ്ണാനന്ദ സ്വാമികൾ പെട്ടെന്ന് തന്നെ എന്താണ് ഗംഗയുടെ ആഴങ്ങളിലേക്ക് എടുത്തു ചാടി ദേഹത്യാഗം ചെയ്യുന്നതും. അപ്പൊ അവിടം വരെയാണ് ഈ ഒരു ഇത്. അപ്പൊ ആദ്യം തന്നെ പെട്ടെന്ന് ഇങ്ങനെ ഒരു മനുഷ്യൻ കടന്നു വരിക, മുനീറുൽ പൂർണ്ണാനന്ദ കടന്നു വരിക. അദ്ദേഹത്തിന്റെ മരണമാണ് ഇതില് പ്രധാനമായിട്ടും നമ്മൾ കാണുന്നത്. പിന്നീട് അങ്ങോട്ട് 5ാമത്തെ ഒരു ഭാഗത്തിലേക്ക് നമ്മൾ വരുമ്പോൾ മീനമാസം എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. അത്രയും ഭാഗത്തുണ്ടായിരുന്നതിൽ നിന്നൊരു വ്യത്യസ്തമായ ഭാഷ അവിടെ ആ ഒരു ഭാഗത്തോടു കൂടി കടന്നു വരികയാണ്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ മുനീർ എന്ന് പറയുന്ന കഥാപാത്രത്തിലേക്ക് എത്തുന്നത്. ഈ മുനീറുൽ പൂർണ്ണാനന്ദ എന്ന് പറയുന്ന വ്യക്തി മുനീറിൽ നിന്ന് എങ്ങനെയാണ് പരിണമിച്ച് അങ്ങനെ ആയത് എന്നുള്ള ഒരു കഥയാണ് പിന്നീട് അങ്ങോട്ട് ഇതിൽ ഉടനീളം കാണാൻ സാധിക്കുന്നത്. അപ്പോൾ മുനീറിന്റെ കഥ അവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. അപ്പോൾ 6 മക്കളുള്ള ആമിന എന്ന് പറയുന്ന ഒരു സ്ത്രീയിലും അറക്കാവാൾ കുഞ്ഞമ്മു എന്ന് പറയുന്ന ഒരു പുരുഷനിലും ആണ് ഇവരുടെ കഥ ആരംഭിക്കുന്നത്. അപ്പോൾ വളരെ ബാലിശമായിട്ടുള്ള നമ്മുടെ ഗ്രാമീണമായിട്ടുള്ള ശൈലിയും പദങ്ങളും ഒക്കെ ഇവിടെ മുതൽക്കാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഭാഷയുടെ സവിശേഷത ഇതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒന്നാണ്. കൃത്യമായിട്ടുള്ള ഒരു കാലത്തെ അവതരിപ്പിക്കാൻ പലപ്പോഴും ആയിട്ട് ഇതിൽ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ മീനമാസം എന്ന് പറയുന്ന ഭാഗത്തിൽ തന്നെ മുനീർ പഠിക്കുന്ന കാലഘട്ടം. അപ്പൊ പഠിക്കാൻ അവൻ വളരെ ഉഴപ്പുന്നൊരു കുട്ടിയാണ്. അപ്പൊ അതില് വീട്ടിൽ നടക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്ന സംഭാഷണങ്ങളൊക്കെയാണ് ഇതില് പറയുന്നത്. അപ്പൊ ആ സമയത്ത് എന്താണ് ഇവര് വീട്ടില് വായിക്കുന്ന മുഹിദ്ദീൻ മാലയുടെ ഭാഗങ്ങളൊക്കെ വായിക്കുന്ന ഭാഗങ്ങൾ ഇതിലുണ്ട്. അതുപോലെ തന്നെ ഭാഷ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു പ്രതി ഭാഷകൾ കൊണ്ട് കെട്ടിപ്പടുത്തിട്ടുള്ള വലിയൊരു സാമ്രാജ്യം പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് മുക്കത്തുണ്ട്. അപ്പൊ ആ ഒരു പറയുന്ന ഭാഷ എത്രത്തോളം ഇതിൽ കടന്നു വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ റുക്കിയ മാഞ്ഞാലം കൊഞ്ചാണ്ട് അടുക്കളയിൽ വന്ന് തീയൊന്ന് മൂട്ടിലാക്കുക എന്നൊക്കെ പറയുമ്പോൾ ആദ്യകാലത്ത് ഉപയോഗിച്ചിരുന്ന ഗ്രാമീണമായിട്ടുള്ള ഭാഷേന്റെ സവിശേഷത ഭയങ്കരമായിട്ട് ഈ കൃതിയിൽ കാണാൻ പറ്റുന്നുണ്ട്. അടുത്തതായിട്ട് ചെറിയാത്തൻ ദൈവം എന്ന് പറയുന്ന ഒരു ഭാഗമാണ് വരുന്നത്. ഈ ചെറിയാത്തൻ ദൈവം എന്ന് പറയുന്നത് ഒരു സമൂഹത്തിലെ മനുഷ്യര് ജാതിമത ഭേദമില്ലാണ്ട് എല്ലാ ആഘോഷങ്ങളെയും എങ്ങനെയാണ് തുല്യമായിട്ട് പങ്കുകൊണ്ടിരുന്നത് എന്ന് ഉള്ള ആദ്യകാലത്തെ ഒരു ചരിത്രം അല്ലെങ്കിൽ സാംസ്കാരികമായിട്ട് ഉള്ളൊരു ഒരുമയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നായരുകൊല്ലി കൊല്ലക്കണ്ടം കാവിൽ കാളിയാട്ടമാണ്. അപ്പൊ ആ കാളിയാട്ടത്തിന് അവരെല്ലാവരും എങ്ങനെയാണ് ഒരുങ്ങുന്നത്, എത്ര ആദ്യകാലത്തെ ഒരു ജനജീവിതം നോക്കുകയാണെങ്കിൽ അത്ര സാമ്പത്തികമായിട്ട് ഉന്നതി ഒന്നും ഉണ്ടായിരുന്നില്ല. സാധാരണ ജീവിതം, അന്നന്നത്തേക്കുള്ള അന്നത്തിന് വേണ്ടി തന്നെ പെടാപ്പാട് വിടുന്ന മനുഷ്യര്, എങ്കിൽ പോലും ഒരു ആഘോഷത്തിൽ അവരെല്ലാവരും തുല്യരായിട്ട് പങ്കുകൊണ്ടിരുന്നു. ആ സമയത്ത് തന്നെ സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ വ്യത്യാസങ്ങളൊന്നുമില്ല. സ്ത്രീകള് വീട്ടിലിരിക്കുന്നവരോ അവരെല്ലാവരും തുല്യമായിട്ട് ഈ കളിയാട്ടത്തിന് പോവുകയും അത് ആസ്വദിക്കുകയും അവിടെ നിന്ന് കിട്ടുന്ന ഭക്ഷണങ്ങളോ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന വസ്തുക്കളോ ഒക്കെ നേടിയെടുക്കാൻ അവർ ശ്രമിക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ അതാണ് ഈ ഒരു ഭാഗത്തിന്റെ ഈ കളിയാട്ടത്തിന്റെ അല്ലെങ്കിൽ ഒരു തരത്തിൽ മതസൗഹാർദ്ദത്തിന്റെ ഒരു അടയാളമായിട്ട് ഈ ഭാഗത്തെ നമുക്ക് കാണാം. അതുപോലെ തന്നെ പ്രധാനമായിട്ട് നമ്മൾ ഇതിൽ എടുക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആമിന എന്ന് പറയുന്ന മുനീറിന്റെ ഉമ്മയാണ്. മുനീറിന്റെ ഉമ്മ കുറച്ചും കൂടെ ഒരു തൻ്റെയുള്ള അല്ലെങ്കിൽ ആത്മാഭിമാനമുള്ള സ്ത്രീയായിട്ട് പല സാഹചര്യങ്ങളിലും കാണുന്നുണ്ട്. അറക്കവാൾ കുഞ്ഞമ്മു എന്ന് പറയുന്ന തൻ്റെ ഭർത്താവ് 6 മക്കൾ ഉണ്ടായതിനു ശേഷം ഈ ആമിനയെ ഉപേക്ഷിച്ച് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് അയാളെ സ്നേഹനിധിയായിട്ട് അയാളെ തന്നെ ചിന്തിച്ചിരിക്കാനൊന്നും ആമിന തയ്യാറാകുന്നില്ല. അപ്പൊ ആമിനാന്റെ മനോഭാവം എന്താണെന്ന് വ്യക്താക്കുന്ന ചില ഭാഗങ്ങൾ ഇത് വായിച്ചപ്പോൾ മനസ്സിലായി. 2 നേരം അടുപ്പ് പുകയണില്ല, സുബഹി മുതൽ ഏശ വരെ നായിനെ പോലെ പാഞ്ഞിട്ടും നിങ്ങൾ 6 എണ്ണത്തിന്റെ അണ്ണാക്ക് നനയ്ക്കാൻ ഒക്കണില്ല. ആ നായിന്റെ മോൻ ഇതൊന്നും അറിയണ്ടല്ലോ. ഗോജരാജാവായ തമ്പുരാനെ ആ അറക്കവാളിന്റെ ഇടയിൽ പെട്ട് ഒടിയും തൊലിയും അല്ലാണ്ട് കുറിഞ്ചി മനാക്കി അയാളെ എൻ്റെ മുന്നിൽ എത്തിക്കണേ. ആമിനയുടെ നിത്യമുള്ള ദുആ ആണ്. അപ്പോൾ തന്നെ ഒറ്റയ്ക്കാക്കി പോയിട്ടുള്ള
ഈ കുഞ്ഞമ്മുവിനോട് അത്രത്തോളം ദേഷ്യം ഈ ആമിനയ്ക്കുണ്ട്. പിന്നീട് അങ്ങോട്ട് കഥാവസാനത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളുണ്ടെങ്കിൽ പോലും ആമിന പല സാഹചര്യങ്ങളും തൻ്റെ ഭർത്താവിനെയും തൻ്റെ വാപ്പയൊക്കെ തനിക്ക് ഇങ്ങനത്തെ ഒരു ഗതികേട് ഉണ്ടാക്കി തന്ന വാപ്പേനൊക്കെ തള്ളി പറയാൻ ഒരു മനസ്സ് അല്ലെങ്കിൽ അങ്ങനെ ഒരു മനോഭാവം വരുന്നുണ്ട്. പിന്നെ ഇതിലെ കഥാപാത്രങ്ങൾ എന്ന് പറയുമ്പോൾ പല കഥാപാത്രങ്ങൾ തന്നെ വ്യത്യസ്തരാണ്. ഈ കഥാപാത്രങ്ങളുടെ പേരുകൾ അതിലും വ്യത്യസ്തമാണ്. അപ്പോൾ നമ്മൾ ഈ കളിയാട്ടോത്സവത്തിന് പോകുന്ന സമയത്ത് പലതരം കച്ചവടക്കാർ വരുന്നുണ്ട്. അവരുടെ വിവരണങ്ങൾ, അവർ പറയുന്ന കാര്യങ്ങൾ, അതെങ്ങനെയാണ് വ്യത്യസ്തമാക്കുന്നത് ഒക്കെ ഒരു മലബാർ മേഖലയിൽ എങ്ങനെ കാണപ്പെടുന്നു എന്നുള്ളത് ഈ കൃതിയിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കളിയാട്ട സമയത്ത് തെയ്യം കെട്ടിയാടുന്നത് പ്രധാനപ്പെട്ടൊരു അല്ലെങ്കിൽ ചടങ്ങാണ് അവിടുത്തെ, അല്ലെങ്കിൽ ഒരു ആഘോഷത്തിന്റെ ഭാഗമായിട്ട് അവർ തെയ്യം കെട്ടി ആടുന്നുണ്ട്. അപ്പൊ ഈ തെയ്യം കാണുന്ന സമയത്ത് ഈ മുനീറിന് ഭയങ്കര ഭയമാണ്. അപ്പൊ ഇത്തവണ തെയ്യം കെട്ടിയാടുന്ന സമയത്ത് തെയ്യക്കാരനെ കാണുമ്പോൾ മുനീറിന് ഭയം തോന്നുന്നില്ല. അപ്പോഴാണ് അത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് മുനീർ ചിന്തിക്കുന്നത് തൻ്റെ സ്കൂളില് താൻ കണ്ടിട്ടുള്ള ഷൺമുഖം എന്ന വ്യക്തി അവരുടെ ജീവിതം എങ്ങനെയാണ് എന്നുള്ളത്. അപ്പൊ പൊതുവെ നമ്മൾ പറയാറുണ്ട്, സാമൂഹികമായിട്ട് പിന്നോട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഈ പുലയ പറയ വിഭാഗങ്ങളിലൊക്കെ മനുഷ്യരെ നമ്മൾ തുല്യ പ്രാതിനിധ്യത്തോടു കൂടി എല്ലാം നൽകുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ നൽകുന്നുണ്ടെങ്കിലും അവിടെ സവർണാധിപത്യം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളൊരു ബോധ്യപ്പെടുത്തൽ പറയുന്ന ഭാഗമാണിത്. അപ്പൊ ഈ ഷൺമുഖം എന്ന് പറയുന്നത് ഒരു കണ്ണൂരിനടുത്തുള്ള ഒരു കരുവള്ളൂരുകാരനാണ്. അപ്പൊ അദ്ദേഹം തെയ്യം കെട്ടിയാടുന്ന ഒരു പുലയ വിഭാഗത്തിൽ ജനിച്ചിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹമാണ് ഈ ആദ്യമായിട്ട് പുലയ വിഭാഗത്തിൽ നിന്ന് സർക്കാർ ജോലി നേടി എത്തിയിട്ടുള്ളത്. അപ്പോൾ മുനീർ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിലാണ് എത്തുന്നത്. അപ്പോൾ അവിടെ എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഒരു നായർ മേധാവിത്വമുള്ള സ്കൂളാണ്. അപ്പോൾ ഈ സ്കൂളിന്റെ ഓണർക്ക് ഈ ഷൺമുഖത്തെ ഒട്ടും താല്പര്യമില്ല. അപ്പോൾ അതിന് അവരനുഭവിക്കുന്ന ദുഃഖങ്ങള്, സങ്കടങ്ങള്, ഇപ്പോൾ ദയനീയതയൊക്കെയാണ്. അപ്പോൾ തെയ്യം കെട്ടി ആടാൻ അവർക്ക് അവകാശമില്ല ഇയാള് പറയാണ്. അപ്പൊ തൻ്റെ ജോലിയാണോ തൻ്റെ കുലപരമ്പരകളായിട്ട് നൽകി ആഘോഷമാണോ താൻ കെട്ടിയാടേണ്ടത് എന്നുള്ള ആശയക്കുഴപ്പങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാവുകയും അപ്പോൾ അതില് ആ സംസാരങ്ങളൊക്കെ മുനീർ കേൾക്കുകയും ചെയ്യാണ്. പൊട്ടൻ തെയ്യം എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ചരിത്രം ഈ കഥയിൽ അല്ലെങ്കിൽ ഈ ഭാഗത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഓരോ കാര്യങ്ങൾ പറയുന്ന സമയത്തും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ചരിത്രം അല്ലെങ്കിൽ എത്രയോ കാലങ്ങൾക്ക് മുൻപ് നടന്നിട്ടുള്ള കാര്യങ്ങളെ കോർത്തിണക്കി വെക്കാൻ ഇതിന് പറ്റുന്നുണ്ട്. ഇപ്പോൾ പൊട്ടൻ തെയ്യത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആ തെയ്യം എങ്ങനെ വന്നു, പരമ്പരകളായിട്ട് അതെങ്ങനെയാണ് ഇവരിൽ എത്തിപ്പെട്ടത് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പൊ ആദിശങ്കരനും അതുപോലെ തന്നെ അലങ്കാരൻ പെരുമുത്തച്ഛൻ എന്ന് പറയുന്ന ഈ ഷൺമുഖത്തിന്റെ മുത്തച്ഛനും എത്രയോ കാലം മുൻപുള്ള തലമുറയും തമ്മിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വളരെ രസകരമായിട്ടാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പലതരത്തിൽ അദ്വൈത തത്വം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അങ്ങനെ പറഞ്ഞിട്ടുള്ള വ്യക്തി എങ്ങനെയാണ് ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതേപോലെ തന്നെയാണ് കൃത്യമായിട്ടുള്ള ഒരു കാലഗണന ഇതിൽ സൂചിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ രണ്ടാം കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ കാലഘട്ടത്തിലാണ് എന്നുള്ള പ്രസ്താവനകളൊക്കെ വരുമ്പോൾ അത് ഏത് കാലഘട്ടത്തിലാണ്? അപ്പോൾ കമ്മ്യൂണിസ്റ്റ് സമൂഹം പൊതുവെ കുറച്ചുകൂടെ ലിബറൽ ആണെന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും അവരുടെ ജീവിതം പിന്നെ അവർ ചിന്തിക്കുന്നത് പിന്നെ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം വായിച്ച സമയത്ത് നമ്മൾ ജോളിയം ചിറയത്തിൻ്റെ ഒരു ആത്മകഥ നിന്ന് കത്തുന്ന കടലുകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭർത്താവ് ബാലു എന്ന് പറയുന്ന ആൾ ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ ജനിച്ച് ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ കല്യാണത്തിന് ശേഷം താൻ വീട്ടിൽ പോയ സമയത്ത് അവർ പുറത്ത് കാണുന്നത് മറ്റൊരു ആശയതലം, പക്ഷെ ഉള്ളിൽ നിലനിൽക്കുന്നത് മറ്റൊരു ആശയമാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു വൈരുദ്ധ്യം പല സ്ഥലങ്ങളിലും ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ തെയ്യം കെട്ടാൻ എത്തിയിട്ടുള്ള ചെറിയാത്തനും ആ കണ്ണികളെ പറ്റിയൊക്കെ ആലോചിക്കുന്നുണ്ട്. അപ്പൊ അവരും ഇങ്ങനെ തന്നെയാണോ ജീവിക്കുന്നത്,
എന്നൊക്കെ പറയുന്ന, അതുപോലെ തന്നെ മൈസൂർ മലകളിൽ താമസിക്കുന്ന മനുഷ്യര്, പറയരും പറയന്മാരും പാണന്മാരൊക്കെ അടങ്ങിയിട്ടുള്ള മനുഷ്യരുണ്ട്. അവരെങ്ങനെയൊക്കെയാണ് നമ്മുടെ സമൂഹം, അവര് മലയിറങ്ങി വരുന്ന ഈ മനുഷ്യരെ എങ്ങനെയൊക്കെയാണ് സമൂഹം കണ്ടിരുന്നത്, അവരെ എത്തരത്തിലുള്ള ചൂഷണങ്ങളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് എന്ന് വായിച്ചാൽ തന്നെ നമുക്ക് സങ്കടം വരുന്ന രീതിയിലാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ സ്ത്രീകളോടുള്ള അവരുടെ മനോഭാവം, ഒരു മനുഷ്യനായി പോലും ഇത്തരം ആൾക്കാരെ പരിഗണിക്കാത്ത സമൂഹം. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് മുനീർ ചോദിക്കുന്നുണ്ട്, ഇവരൊക്കെ ഇപ്പോൾ ഇങ്ങനെ തെയ്യം കെട്ടിയാടുന്ന ദൈവത്തിന്റെ രൂപങ്ങളായിട്ട് മാറുന്ന ഈ മനുഷ്യരെ ആൾക്കാർ പരിഗണിക്കുന്നില്ല. അപ്പൊ ഇവരൊക്കെ മലദൈവമാണോ അതോ മലം ദൈവമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ്, നമ്മളെ തോട്ടികളെ പോലെ പണിയെടുക്കുന്ന മനുഷ്യരെ ഒട്ടും സമൂഹം പരിഗണിക്കുന്നില്ല എന്നുള്ളൊരു ബോധ്യപ്പെടുത്തി ഈ ഭാഗത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നമ്മൾ പറയാറുണ്ട്, നമ്മൾ വിദ്യാഭ്യാസത്തിലൂടെ അല്ലെങ്കിൽ നമ്മൾ ഒരു വിദ്യാലയത്തിൽ വന്ന് പഠിച്ചെടുത്തിട്ടാണ് വിദ്യാഭ്യാസം നേടുന്നതെന്ന്. പക്ഷെ പല സ്ഥലങ്ങളിലും ആ ഒരു ചിന്ത പൊട്ടുന്നുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ അറബി വായിച്ചെടുക്കാവുന്ന, അറബി അറിയാവുന്ന മനുഷ്യരെ പറ്റിയൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ അവര് വേറെ ഒരു വിദ്യാലയത്തിൽ പോയി പഠിക്കുകയും ഒന്നും ചെയ്തിട്ടല്ല, എങ്കിൽ പോലും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഭാഷ വിനിമയം ചെയ്യും, ഭാഷ മനസ്സിലാക്കി എടുക്കുകയും ചെയ്യുന്നതിന്റെ ഒരു ഭംഗി അതിൽ കൃത്യമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തിലാണ് ഈ മുനീറിന്റെ സുഹൃത്തായിട്ടുള്ള അബ്ദു കടന്നു വരുന്നത്. അബ്ദു യതീം എന്ന് പറയുന്ന ഒരു കാര്യം അതിൽ വരുന്നുണ്ട്. നമ്മൾ അനാഥരാകുകയൊക്കെ ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ആരെങ്കിലും ഉപേക്ഷിക്കപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ യതീം മക്കൾ എന്ന് പറയാം. അപ്പൊ അത്തരത്തിൽ അങ്ങനെ യതീം മക്കളായിട്ടുള്ള ആൾക്കാർക്ക് അവിടെയുള്ള സാമ്പത്തികമായിട്ടുള്ള ആൾക്കാരെല്ലാം സഹായങ്ങൾ നൽകാറൊക്കെ പൊതുവെ പതിവാണ്. അപ്പോൾ അത്തരത്തിൽ ഒരാളാണ് അബ്ദു എന്ന് പറയുന്ന കുട്ടി. ഈ അബ്ദു മുനീറിന്റെ സുഹൃത്താണ്. അപ്പോൾ അവിടെ വെച്ച് ഉണ്ടാകുന്ന രസകരമായിട്ടുള്ള അവരുടെ വികൃതികള്, അവൻ പറ്റിക്കപ്പെടുന്നത്, ഉമ്മേൻ്റെ അടുത്ത് അടി കിട്ടുന്നത്, അപ്പൊ അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. പിന്നെയും അബ്ദു എല്ലാ മരങ്ങളിലും പൊത്തിപ്പിടിച്ച് കയറുന്ന, വളരെ ബാലിശമായിട്ടുള്ള കൗതുകകരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്ന അബ്ദു ഈ മുനീറിന്റെ എല്ലാ കാലങ്ങളിലും നിലനിൽക്കുന്ന ഒരു സുഹൃത്തു കൂടിയാണ്. അപ്പൊ അവനാണ് ഇതില് വരുന്നത്. അപ്പം അടുത്തത് കൃഷ്ണകിരീടം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് ഇതിൽ. അപ്പൊ അതിലാണ് നമ്മൾ ഈ മനുഷ്യർ തമ്മിൽ സാമ്പത്തികമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എത്രത്തോളം വിനിമയം ചെയ്തിട്ടാണ് ജീവിച്ചിരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആദ്യകാലത്ത് ഈ മലബാർ മേഖലകളിലൊക്കെ പ്രധാനമായിട്ടും കണ്ടുവരുന്ന ഒരു ഇതാണ് നമ്മൾ കുറിക്കല്യാണങ്ങൾ നടത്തുക, അല്ലെങ്കിൽ പുരകെട്ട് കല്യാണങ്ങൾ നടത്തുക എന്നുള്ളത്. അപ്പൊ വായിച്ചപ്പോൾ എന്താണ് ഈ കുറിക്കല്യാണങ്ങൾ എന്ന് ഒന്ന് ചിന്തിച്ചു പോയി. പിന്നീടാണ് ഒന്നുകൂടെ മനസ്സിലാക്കിയപ്പോഴാണ് അത് എന്താണെന്ന് മനസ്സിലായത്. അപ്പൊ നമ്മള് എന്തെങ്കിലും ഒരു കല്യാണം നടക്കുന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മള് അയൽ വീട്ടിൽ ഒരു കല്യാണം നടക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരു ഇത്ര നിശ്ചിതമായിട്ടുള്ള ഒരു തുക കൊടുക്കും. തിരിച്ച് ഇതേ വീട്ടിൽ അങ്ങനെ ഒരു ഇരട്ടിയായിട്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ടോ ചുറ്റുമുള്ളവർ ഇങ്ങോട്ട് തിരിച്ചു തരുന്നു. അപ്പൊ സാമ്പത്തികമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വിനിമയം നടത്തുക എന്നുള്ളത് ഈ കുറിക്കല്യാണങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെയാണ് പുരക്കല്യാണങ്ങൾ. ഒരു പുര നമ്മൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്ന, പൊളിച്ചു പണിയുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായിക്കുക എന്ന് പറയുന്ന ഒരു വിനിമയം എങ്ങനെയാണ് അവിടെ നടക്കുന്നത് എന്നുള്ളത് ഇതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ എന്തുകൊണ്ടാണ് ഇതിന് കൃഷ്ണകിരീടം എന്ന് പേരിട്ടതെന്ന് ഞാൻ എത്ര ആലോചിച്ചിട്ടും കിട്ടിയില്ല. പക്ഷെ പിന്നീടാണ് അതെങ്ങനെയാ വരുന്നത്, അതിന് പിന്നിലുള്ള കഥ എന്താണ്. അപ്പൊ ഒരുപാട് കഥകൾ, അതിന് പിന്നിലുള്ള കഥകൾ ഇതിൽ വരുന്നുണ്ട്. അപ്പൊ കൃഷ്ണകിരീട പൂക്കള് ആമിനെ പറിക്കുന്ന സമയത്ത് അത് പറിക്കരുത്, അത് ആത്മാവ് എന്താണ് അതിൽ വന്ന് താമസിക്കുന്നുണ്ട്, അപ്പൊ ആ സാധനം ചെയ്യരുത് എന്ന് പറയുന്ന ഒരു ചിന്ത. അപ്പൊ എന്തുകൊണ്ടാണ് അത് അങ്ങനെ വരുന്നത് എന്നുള്ളത് ഇതിൽ പറയുന്നുണ്ട്. ഇനി ഇങ്ങനെ കേവലം മുനീറിലൂടെയും ആമിനയിലൂടെയും ആമിനയുടെ മക്കളിലൂടെയും മാത്രമല്ല നോവല് ഒഴുകി പോകുന്നത്. നമ്മള് പലപ്പോഴും പ്രണയത്തിന്റെ കാര്യം പറയാറുണ്ട്. അത്തരത്തില് വളരെ ഭംഗിയായിട്ട് നമ്മൾ വായിച്ച് വേദനിക്കുന്ന ഒരു പ്രണയകഥ ഈ ഒരു നോവലിലുണ്ട്. അപ്പോൾ ദാസപ്പൻ എന്ന് പറയുന്നൊരു
ഒരു തെങ്ങ് കയറ്റക്കാരൻ്റെയും അത്യാവശ്യം സാമ്പത്തികമായിട്ട് മുന്നോട്ട് നിൽക്കുന്ന ഔദാർ റാവത്തറുടെ മകള് ബ്രിജീത്തയുടെയും പ്രണയം പറയുന്ന ഒരു ഭാഗം ഇതിലുണ്ട്. അപ്പോൾ ലൈഫ് ബോയ് സോപ്പ് എന്നാണ് ഇതിന് പേര് കൊടുത്തിട്ടുള്ളത്. അപ്പൊ എന്തുകൊണ്ടാ ഒരു പ്രണയം പറയുമ്പോൾ അവിടെ ലൈഫ് ബോയ് സോപ്പ് വരുന്നത് എന്ന് ഞാൻ ആദ്യം ചിന്തിച്ചു പോകും. പിന്നീട് അത് വായിക്കുമ്പോഴാണ് അത് എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്നുള്ളത് മനസ്സിലാവാൻ പറ്റുന്നത്. അപ്പോൾ ദാസപ്പന് ബ്രിജീത്തയോട് വളരെ പ്രണയമാണ്, അത് പറയാൻ പറ്റുന്നില്ല. അവളെ പറയാതെ തന്നെ പ്രണയിച്ച് നടക്കുകയാണ്. അപ്പൊ ആ സമയത്താണ് ചില സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ഈ ബ്രിജീത്തയോട് ദാസപ്പൻ തന്റെ പ്രണയം പറയുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സമയങ്ങളിൽ തന്നെ പലതരത്തിലുള്ള കണിക്കൊന്നയ്ക്ക് എന്താണ് അങ്ങനെ. അപ്പൊ അതൊരു വിഷുക്കാലാണ്. വിഷു സമയത്ത് അവിടെ എല്ലാവരും ഒത്തുകൂടുക. അപ്പോൾ ആ സമയത്ത് എന്തുകൊണ്ടാണ് കണിക്കൊന്നയ്ക്ക് കണിക്കൊന്ന എന്ന് പേര് വന്നത്? അപ്പൊ അതിന്റെ പിന്നിലുള്ള ഒരു ചരിത്രം നമ്മൾ അവിടെ പരിശോധിക്കുകയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ കണിക്കൊന്നയ്ക്ക് അങ്ങനെ ഒരു പേര് വന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അദ്ദേഹം ഇതിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പൊ അതോടുകൂടി തന്നെ പലതരത്തിലുള്ള സാമൂഹിക പ്രശ്നങ്ങളും പറയുന്നുണ്ട്. അപ്പൊ രാമന്റെയും രാവണന്റെയും കഥ പറയുകയും എങ്ങനെയാണ് കണിക്കൊന്നയ്ക്ക് അങ്ങനത്തെ പേര് വരികയും ചെയ്തത് എന്ന് ചോദിക്കുന്നതിന്റെ ഇടയ്ക്ക് തന്നെ പറയുന്ന ഒരു കാര്യം ഇതാണ്: ദ്രാവിഡ രാജാവായ രാവണന്റെ സാമ്രാജ്യത്തിലേക്ക് അധിനിവേശിച്ച ആര്യനാണ് രാമൻ. രാമന്റെ അധിനിവേശത്തിൽ സിലോണിന്റെ ആത്മാവിനേറ്റ മുറിവുകൾ ഇതുവരെ ഉണങ്ങിയിട്ടില്ല. അപ്പോൾ പക്ഷെ ഇത് വല്ലതും ആശാരിച്ചിയോട് പറയാനൊക്കുമോ? അപ്പോൾ ദാസപ്പൻ മനസ്സിൽ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ശ്രീലങ്കയിലെ ജീവിതം, ഇത്രയും കാലത്തെ ജീവിതം എങ്ങനെയാണ്, അവിടെ നടന്നിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഈ ഒരു ഭാഗത്തിൽ നമ്മളെ ചിന്തിപ്പിക്കുക. പലതരത്തിലുള്ള രാഷ്ട്രീയ പരമായിട്ട് പ്രാധാന്യമുള്ള കേവലം ഒരു കഥ പറഞ്ഞു പോവുക എന്നതിൽ നിന്ന് മാറി പലതരം രാഷ്ട്രീയ ചിന്തകൾ, ആശയങ്ങളെല്ലാം ഇതിൽ കടന്നു വരുന്നുണ്ട്. അതുപോലെ തന്നെ ആമിനയുടെ സവിശേഷതകൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഭാഗങ്ങളിലെല്ലാം കടന്നു വരുന്നുണ്ട്. ഇതുവരെ നമ്മൾ മുനീറിനെ പറ്റി കേട്ടു. ഈ ജയദേവനും മുനീറും തമ്മിൽ എങ്ങനെ ബന്ധപ്പെടുന്നുണ്ട്, അവർക്ക് ഇതിലുള്ള പ്രാധാന്യം എന്താണ് എന്നുള്ള സംശയങ്ങളൊക്കെ മനസ്സിലിട്ടുകൊണ്ടാണ് നമ്മൾ ഇത് വായിക്കുന്നത്. അപ്പോൾ പിന്നീട് ഒരു പകുതി, ഒരു 20 ഭാഗങ്ങളിലായിട്ടുള്ളതിൽ ഒരു 10ാമത്തെ ഭാഗത്തിലൊക്കെ എത്തുന്ന സമയത്താണ് ദേവൻ ആള് ഇതില് മെല്ലെ തെളിഞ്ഞു വരാൻ തുടങ്ങുന്നത്. അപ്പൊ മുനീറിന്റെ അയൽവാസിയായിട്ടുള്ള ദേവൻ ഇതിലേക്ക് കടന്നു വരികയും ഇവര് തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പരസ്പര സൗഹൃദത്തിന്റെ കഥ പറയുകയും ചെയ്യാണ് ഈ ഭാഗത്തിലെല്ലാം. അപ്പോൾ ഒരു ഗ്രാമീണത ഇതിൽ വളരെ കൂടുതൽ കടന്നു വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആദ്യകാലത്ത്, ഇന്നിപ്പോൾ നമുക്ക് കുട്ടികൾക്ക് മൊബൈൽ ഫോൺ അങ്ങനെ പലതരത്തിലുള്ള സാങ്കേതിക വിദ്യകൾ ഉണ്ടെങ്കിൽ പോലും ആദ്യകാലത്ത് മാവിൽ കയറി, മരത്തിൽ കയറിയും, പറമ്പുകളായിട്ടുള്ള പറമ്പുകളൊക്കെ നടന്നും കശുമാങ്ങ പെറുക്കിയൊക്കെ ജീവിതം വളരെ രസകരമാക്കി മാറ്റുന്ന മുനീറിന്റെ കളിക്കൂട്ടുകാരനാണ് ഈ ദേവൻ എന്ന് പറയുന്നത്. തൊട്ടടുത്ത് തന്നെയുള്ള, ഇപ്പൊ എന്തെങ്കിലും ഒരു സാധനം, ഒരു ഉപ്പോ മുളകോ വീട്ടിലില്ലെങ്കിൽ തൊട്ടപ്പുറത്തെ വീട്ടിൽ പോയി വാങ്ങുന്ന ഒരു ഗ്രാമീണതയുടെ ഭംഗി ഈ ഒരു കൃതിയിൽ പല സ്ഥലങ്ങളിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ മുനീറിന്റെ ഇത്തരത്തിലുള്ള ഒരു ജീവിതത്തിന് കാരണം, ദാരിദ്ര്യത്തിന് കാരണം, ഒരു ദിവസം പോലും നിറച്ച് ഭക്ഷണം കഴിക്കാൻ പോലും പല സാഹചര്യങ്ങളിലും മുനീറിന് പറ്റാറില്ല. അപ്പോൾ അതെന്തുകൊണ്ടാണെന്നുള്ളത് തൻ്റെ ഉപ്പേനെ ഒട്ടും ഇഷ്ടപ്പെടാൻ മുനീറിന് സാധിച്ചിട്ടില്ല. തൻ്റെ ഉമ്മ അങ്ങനെ തന്നെയാണ് മുനീറിനെ മക്കളെ എല്ലാം വളർത്തുന്നതും. അതുപോലെ തന്നെ പറങ്കിമല എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അതിൽ പ്രധാനമായിട്ടും പൂളച്ചേട്ടന്മാർ എന്ന് പറയുന്ന തിരുവിതാംകൂറിലെ കുറച്ച് മനുഷ്യർ ഈ മലബാറിലേക്ക് കുടിയേറി വരികയും അതിൻ്റെ പിന്നിലുള്ള ഒരു കഥയാണ് പറയുന്നത്. അപ്പോൾ പല കുടിയേറ്റം തിരുവിതാംകൂറിൽ നിന്ന് മലബാറിലേക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പലതരത്തിലുള്ള കൃതികളുണ്ട്. അപ്പോൾ നമ്മുടെ വിഷകന്യകയ്ക്ക് അത്തരത്തിൽ കുടിയേറ്റത്തെ പറ്റി പറയുന്ന ഒരു നോവലാണ്. അപ്പോൾ ഈ മലബാറിലെ സമ്പന്നരായിട്ടുള്ള ആൾക്കാർ തിരുവിതാംകൂറിലെ മനുഷ്യർക്ക് തൻ്റെ ഭൂമി വിൽക്കുകയും അവരിവിടെ കുടിയേറി വന്ന് സമ്പന്നരാവാന്ന് ചിന്തിക്കുകയും ചെയ്യാണ്. പക്ഷെ മലമ്പനി അല്ലാണ്ട് ഈ അവിടുത്തെ ജീവിക്കുന്ന മനുഷ്യരുമായിട്ട് തുടർന്നു പോകാൻ പറ്റാത്ത പ്രശ്നങ്ങളൊക്കെ കാരണം ഇവര്
തിരിച്ചു പോവുകയാണ്. അപ്പൊ ഇവരെ പൂളച്ചേട്ടന്മാർ എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പൊ എന്താണ് പൂളച്ചേട്ടന്മാർ എന്ന് നമ്മൾ ഒന്ന് ചിന്തിക്കും. ഇതിപ്പോ ഒരു പേരാവില്ലല്ലോ എന്ന് വിചാരിക്കും. അപ്പൊ അങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്ന സമയത്താണ് ഈ പൂളച്ചേട്ടന്മാർ എന്ന് പറയുന്ന പേര് എങ്ങനെ വന്നു. ഇവര് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഉള്ളതെല്ലാം വിറ്റ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ ആ സമയത്ത് അവിടെ മരച്ചീനി, ഇവിടെ പൂള എന്നറിയപ്പെടുന്ന ഭക്ഷണമാണ് അവരെ കുറച്ചുകൂടെ അവിടെ നിലനിർത്തി പോകുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അവർക്ക് പൂളച്ചേട്ടന്മാർ എന്ന് പേര് വന്നത്. അപ്പൊ നമ്മളിപ്പോ ഒരു കാര്യത്തിന് ഒരു പേരിടുകയാണെങ്കിൽ പോലും അതിന്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ചിന്തിക്കുന്നതിൽ നിന്നും കുറച്ചുകൂടെ ദൂരെയാണ്. അപ്പൊ വെറുതെ ഒരു പേര്, ഇപ്പൊ നമ്മൾ സാധാരണ ഒരു പേരിടുന്ന പോലെ ഇവര് വന്നു എന്നുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് കൃത്യമായിട്ടുള്ളൊരു ആശയം അതിൽ കാണുന്നുണ്ട്. അപ്പൊ അവര് വരുന്നതും അവരുടെ ബുദ്ധിമുട്ടും മലമ്പനി പടർന്ന് ഉണ്ടാവുന്നതും അതുപോലെ തന്നെ പിന്നീട് അങ്ങോട്ട് ആൾക്കാർ വന്ന് ഇവിടെ താമസിക്കുന്നതൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ ഒരു സാങ്കേതിക പദം കൂടെ നമ്മൾ ഉപയോഗിക്കാം. അപ്പോൾ റിവേഴ്സ് മൈഗ്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു അവസ്ഥയുണ്ട്. നമ്മളിപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോവുക, അവിടെ നമ്മൾ പറ്റാതെ തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് പോവുക, വീണ്ടും മൈഗ്രേറ്റ് ചെയ്ത സ്ഥലത്തിലേക്ക് റിവേഴ്സ് ചെയ്ത് പോവുകയും ചെയ്യുന്നു. റിവേഴ്സ് മൈഗ്രേഷന്റെ ഒരവസ്ഥ എങ്ങനെയാണ് ആദ്യകാലത്ത് ഉണ്ടായിരുന്നത് എന്നുള്ളത് ഇതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ചരിത്രവും കഥകളും യാഥാർത്ഥ്യവും ഒക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു കൃതി വായിച്ചെടുക്കുന്ന അനുഭവമാണ് പലപ്പോഴും വരുന്നത്. അതുപോലെ തന്നെ ഇതിലെ വാങ്മയ ചിത്രങ്ങൾ എന്ന് പറയുന്നത് പല സ്ഥലങ്ങളിലും കാണാം. ഇപ്പൊ മുനീറിന്റെ പല കുസൃതികളുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ഭയങ്കര രസകരമായിട്ട് നമുക്കിങ്ങനെ നമ്മളത് വായിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ഓർമ്മകളിൽ ഇങ്ങനെ വന്നു പോകും. അവൻ മരം കയറുന്നതും ഇത്താത്തമാർക്ക് ചാമ്പ പറിച്ചു കൊടുക്കുന്നതും അതുപോലെ തന്നെ അനിയന്റെ വായ പുള്ളി അവൻ കരയുന്നതും. അപ്പൊ അങ്ങനെ പലതരം അനുഭവങ്ങളിലൂടെയാണ് കളിയാട്ടക്കാവില് നടക്കുന്ന സംഭവങ്ങള്. അബ്ദും മുനീറും ചൂത് കളിക്കാൻ, ചൂതല്ല ആനയും മയിലൊട്ടകം കളിക്കാൻ പോകുന്നതും, അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് കുറച്ചും കൂടെ ഒരു സിനിമാറ്റിക് പോലെ നമ്മുടെ മനസ്സിൽ ആലോചിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അത് ഈ ഒരു കൃതിയെ വായനയെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ പലതരത്തിലുള്ള കഥകളിലൂടെയാണ് ഇത് പോകുന്നത്. അതുപോലെ തന്നെ മുൻപ് ഞാൻ പറഞ്ഞു മതസൗഹാർദ്ദം എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ കളിയാട്ടം കാണാൻ വേണ്ടിയിട്ട് മനുഷ്യരൊക്കെ പോകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളൊക്കെ നമ്മുടെ നാട്ടിൽ പൊതുവെ 6 മണിക്കൊരു ബാങ്ക് ഉണ്ട്. ആ ബാങ്ക് കൊടുക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ വിളക്കൊക്കെ കൊളുത്തി വയ്ക്കാൻ പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ എല്ലാ മനുഷ്യരും അതുപോലെ ജീവിച്ചിരുന്നവരാണ് എന്ന് പറയുന്ന ഒരു ഭാഗം ഇതിലുണ്ട്. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ നമ്മുടെ ജീവിതത്തോട് കണക്ട് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ മഗ്രിബ് ബാങ്ക് കൊടുക്കുന്നത് വരെ വയലിലും പറമ്പിലും കായിക മഹമാണ്. ബാങ്ക് വിളി കേട്ടാൽ ജാതിപതം നോക്കാതെ എല്ലാവരും വീട് പിടിക്കാൻ പായും. അപ്പോൾ ഒരു ഹിന്ദു വീട്ടുകളാണെങ്കിൽ പോലും വാങ്ക് കൊടുക്കാൻ നേരായി, വീട്ടിൽ കയറാനാണ് നമ്മളോടൊക്കെ പറയുക. അല്ലെങ്കിൽ വിളക്ക് കത്തിച്ച് വെക്കാൻ സമയമായി, ആ സമയത്ത് വീട്ടിലേക്ക് കയറാനാണ് പറയുക. അപ്പോൾ പരസ്പരം സമൂഹം മുന്നോട്ട് പോകുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്തുകൊണ്ടാണ്. അത് പ്രധാനപ്പെട്ടൊരു വിഷയം തന്നെയാണ് ഇതില്. അല്ലെങ്കിൽ നമ്മൾ ഒരു സമുദായം മാത്രമായിട്ട് നമുക്ക് ജീവിക്കാനോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാനോ പറ്റുന്നില്ല. ഇപ്പോൾ ഈ ദേവന്റെ അമ്മയായിട്ടുള്ള ശാരദയും ആമിനെയും 2 മതസ്ഥരാണെങ്കിൽ പോലും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സഹോദരങ്ങളെ പോലെയാണ് ജീവിക്കുന്നത്. അപ്പൊ നമ്മൾ കൊണ്ടും കൊടുത്തും ജീവിക്കുക എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ച് സ്നേഹിച്ചുമാണ് ജീവിതം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ അങ്ങനെ പലതരത്തിലുള്ള ആഘോഷങ്ങളൊക്കെ ആഘോഷിച്ച് അവര് പോവുകയാണ്. അപ്പോൾ മുനീറിന്റെ ബാല്യത്തെയൊക്കെ കൃത്യമായിട്ട് ഇതില് അവതരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഗ്രാമീണത ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് തങ്ങി നിൽക്കുന്നുണ്ട് എന്ന് പറയുന്നതും, ഗ്രാമീണമായിട്ടുള്ള ഭാഷ ഇതിൽ ഏറ്റവും കൂടുതൽ തങ്ങി നിൽക്കുന്നുണ്ടെന്ന് പറയുന്നതും. പിന്നീട് മുനീറിന്റെ വളർച്ചയും അവൻ തന്റെ സുഹൃത്തായിട്ടുള്ള അബ്ദുവിനൊപ്പം കൊപ്രക്കളത്തില് ജോലിക്കായിട്ട് പോവുകയും ചെയ്യാണ്. അപ്പൊ അബ്ദു ഉണ്ട്, അവിടെ ദേവനുണ്ട്, അതുപോലെ തന്നെ മുനീറുണ്ട്. ഇവര് 3 സുഹൃത്തുക്കളും കൂടെ കൊപ്രക്കളത്തിൽ പണിക്ക് പോവുകയാണ്. മുനീറിന്റെ ഇത്താത്തമാരെല്ലാം വളരുന്നുണ്ട്, സഹോദരങ്ങൾ വളരുന്നുണ്ട്. അപ്പോൾ പലരുടെയും കല്യാണം കഴിയുന്നുണ്ട്. കല്യാണ സമയത്ത് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അവർ അനുഭവിക്കുന്നുണ്ട്.
പിന്നീട് മുനീർ വളർന്ന് വലുതാവ്. മുനീർ പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോവുകയും ചെയ്യാണ്. പിന്നീട് അങ്ങോട്ടാണ് മുനീറിൻ്റെ ജീവിതത്തിൽ പെട്ടെന്നൊരു വഴിത്തിരിവായിട്ട് കൊപ്രക്കളത്തിൽ നിന്ന് അവനെ പെട്ടെന്ന് തൻ്റെ അളിയൻ വന്ന് വിളിച്ചുകൊണ്ട് പോകുന്നത്. അപ്പം എന്താണെന്നതിനെ പറ്റിയിട്ട് ഒന്നും വ്യക്തമായിട്ട് പറയുന്നില്ല. ഒരു കൃത്യമായിട്ടുള്ള കാര്യമാണ് എന്താണെന്ന് പറയുന്നില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ പെട്ടെന്ന് എന്ന് നമുക്കൊരു ക്യൂരിയോസിറ്റി തോന്നുന്ന രീതിയിലാണ് ആ ഭാഗം നമ്മൾ വായിച്ച് പോകുന്നത്. അടുത്ത ഭാഗം എന്താണ് എന്ന് ചിന്തിക്കുമ്പോൾ അടുത്ത ഭാഗം പെട്ടെന്ന് വരുന്നത് വെളിപാട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം. അത് തുടങ്ങുന്നത് ഓരോ മരണവും ജീവിച്ചിരിക്കുന്നവർക്കുള്ള താക്കീതാണ്. ഒരു നിമിഷത്തെ ഞെട്ടൽ, ഒരു ഞൊടി നേരത്തെ ശ്വാസം മുട്ടൽ, 3-4 ദിവസം നീണ്ടു നിൽക്കുന്ന ദുഃഖം, ഒരാണ്ട് നീണ്ടു നിൽക്കുന്ന ഓർമ്മകൾ. ഇങ്ങനെ പറയുന്ന സമയത്ത് വായിക്കുന്ന ഒരാൾ വിചാരിക്കുന്നത് ഒരു മരണം നടന്നു എന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ ചിന്തകൾക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് നമ്മൾ മുൻപ് ജയദേവന്റെ ആശുപത്രി, ജയദേവനെ പറ്റി നമ്മൾ കണ്ടു. പൂർണ്ണ ഗംഗയിലേക്ക് ചാടുന്ന ഭാഗം വരെയാണ് നമ്മൾ വായിച്ചത്. പിന്നീട് അങ്ങോട്ട് മുനീറിന്റെ ജീവിതമാണ് പറഞ്ഞത്. ഇപ്പോ ഒരു അവസാന ഭാഗം എത്തിയപ്പോൾ പെട്ടെന്ന് ജയദേവൻ അതിലേക്ക് കടന്നു വരും. പെട്ടെന്നൊരു ഷിഫ്റ്റാണ് ആ കഥേന്റെ ഒഴുക്കിൽ, പെട്ടെന്ന് വരുന്നൊരു ഷിഫ്റ്റാണ് ഉണ്ടാവുന്നത്. അങ്ങനെ ജയദേവൻ വരും, ജയദേവൻ ആശുപത്രിയിലാവും. എന്തുകൊണ്ട് ജയദേവൻ ആശുപത്രിയിലാവുന്നു, അപ്പൊ അദ്ദേഹത്തിന്റെ വെപ്രാളം എന്താണ് എന്ന് പറഞ്ഞ് ആ വെപ്രാളത്തിലൂടെ എന്താണ് മുനീർ കൊപ്രക്കളത്തിൽ നിന്ന് പോയിട്ടുള്ള ആ വെപ്രാളം അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മുനീർ കൊപ്രക്കളത്തിൽ നിന്ന് പോകുന്നത് തൻ്റെ വീട്ടിലേക്കാണ്. വീട്ടിലേക്ക് പോയിട്ട് അദ്ദേഹം ഈ മുനീർ കാണുന്നത് തൻ്റെ ബാപ്പ ഒരുപാട് കാലങ്ങൾക്ക് മുന്നേ തന്നെ തൻ്റെ മാതാവിനെയൊക്കെ ഉമ്മാനെയൊക്കെ ഉപേക്ഷിച്ചു പോയിട്ടുള്ള ബാപ്പ തിരിച്ച് വീട്ടിലേക്ക് വരുന്നതാണ്. അപ്പോൾ സമ്പന്നനായിട്ടാണ് അദ്ദേഹം വരുന്നത്. ഒരിക്കലും മുനീർ അതിനെ അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. പക്ഷെ മുനീറിന്റെ ഉമ്മയും സഹോദരങ്ങളൊക്കെ എങ്ങനെയാണ് തൻ്റെ ബാപ്പേനെ വന്ന സമയത്ത് എന്താണ് അവരുടെ ഒരു മനോഭാവം ഉണ്ടായിരുന്നത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ അത് നമ്മൾ പറയുന്നതിനേക്കാൾ കൂടുതൽ അത് ഈ പുസ്തകം വായിച്ച് അറിയുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ അദ്ദേഹം എങ്ങനെയാണ് വന്നത്, എല്ലാവരും എങ്ങനെയാണ് അതിനെ കണ്ടത്, മുനീറിന് അതിനോടുള്ള മനോഭാവം എന്തായിരുന്നു, ഇങ്ങനെ കൊപ്രക്കളത്തിലുണ്ടായിരുന്ന മുനീർ വളരെ സൗഹൃദമാണ്. അവരുടെ സൗഹൃദമാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പറയേണ്ടത്. ദേവനും അബ്ദുവും മുനീറും തമ്മിലുള്ള സൗഹൃദം, അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള സൗഹൃദം വലിയ ഒരു ഘടകമാണ് ഇതിൽ. എങ്ങനെയാണ് പിന്നീട് ആ സൗഹൃദം മാറി മറഞ്ഞത്, എങ്ങനെയാണ് മുനീർ ഇന്ന് കാണുന്ന കാശിയിലെ ശ്മശാന ഘാട്ടുകളിൽ എത്തിച്ചേർന്നത് എന്നുള്ളതിൻ്റെ ഉത്തരങ്ങളാണ്, നിരവധി ഉത്തരങ്ങളാണ് ഇതിൻ്റെ അവസാന ഭാഗത്ത് കടന്നു വരുന്നത്. നിരവധിയായിട്ടുള്ള യാത്രകൾ ഇവർ ചെയ്യുന്നുണ്ട്. ആ യാത്ര ചെയ്യുന്നതിനുള്ള കാരണം എന്താണ് പിന്നീട് അങ്ങോട്ട് ഇയാളെ ഇത്തരത്തിലേക്കുള്ളൊരു ചിന്തയിലേക്ക് കൊണ്ടുവരാൻ കാരണം എന്നൊക്കെയുള്ളതിൻ്റെ ഉത്തരങ്ങളാണ് ഈ അവസാന ഭാഗത്ത്. അപ്പോൾ അവസാനത്തിലൊരു ഭാഗത്ത് അബ്ദുവിൻ്റെയും മുനീറിൻ്റെയും യാത്രകൾ, അതിനിടയ്ക്ക് ദേവൻ അതിൽ വരുന്നില്ല, അതെന്തുകൊണ്ടാണ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അബ്ദുവും മുനീറും ഒരുപാട് യാത്രകൾ നടത്തുന്നുണ്ട്. ആ എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ചുകൊണ്ടാണ് അബ്ദു വരുന്നത്. അതിനുള്ള ഉത്തരം ഈ കൃതി വായിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. അവസാന ഭാഗത്ത് അബ്ദുവിനൊരു ദുരന്തം സംഭവിക്കുന്നുണ്ട്. ആ ദുരന്തത്തിൽ നിന്നുകൊണ്ടാണ് മുനീർ എന്തുകൊണ്ട് ഇങ്ങനൊരു ദുരന്തം നടക്കുന്നു എന്നുള്ള ചിന്ത മുനീറിനെ വല്ലാണ്ട് അസ്വസ്ഥനാക്കുകയും എല്ലാ പ്രദേശങ്ങളിലൂടെയും നടക്കുകയും നമ്മുടെ കർമ്മം ആണ് ഇതിന് കാരണം എന്നാണ് ഈ മുനീർ കണ്ടെത്തുന്നത്. അപ്പോൾ നമ്മുടെ കർമ്മഫലമാണ് നമ്മൾ ഏത് ജന്മത്തിൽ പോയാലും, അല്ലെങ്കിൽ നമ്മൾ എത്ര ജന്മം വീണ്ടെടുത്താൽ പോലും നമ്മുടെ കർമ്മഫലം നമ്മളെ പിന്തുടരും എന്നൊക്കെ പറഞ്ഞ് കൊണ്ടാണ് നൂറുൽ മുനീറുൽ പൂർണ്ണാനന്ദ. അതിൽ ജയദേവന് വലിയൊരു റോൾ തന്നെ ഉണ്ട്. അവസാനം ജയദേവൻ ഈ മുനീർ മരിക്കുന്ന സമയത്ത് ഒരു ചരട്
അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട്, എന്തുകൊണ്ടാണ് അദ്ദേഹം നൂറുൽ മുനീറുൽ പൂർണ്ണാനന്ദ ആയത്, ഏത് സാഹചര്യത്തിലാണ് അദ്ദേഹം പേര് മാറ്റിയത് എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അവസാന ഭാഗങ്ങളിലാണ് ആ ഉത്തരങ്ങളെല്ലാം ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ അത് പറഞ്ഞ് നിങ്ങളെല്ലാവരും ഇത് വായിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അവസാനത്തെ ഈ കഥയുടെ ഒടുക്കം കൂടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്കത് വായിക്കാൻ എത്രത്തോളം താല്പര്യമുണ്ട് എന്നുള്ളത് ഒരു ഘടകമാണ്. ഇപ്പോൾ ഒരു സിനിമ കാണുന്ന സമയത്ത് അതിൻ്റെ കഥ ഒരിക്കലും പറയരുതെന്നും പറഞ്ഞ് ചെവി കുത്തി നിൽക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ ഈ മുനീറിൻ്റെ ജീവിതം എങ്ങനെയാ മാറി നൂറുൽ മുനീറുൽ പൂർണ്ണാനന്ദ ആയത് എന്നുള്ള ചോദ്യത്തിൻ്റെ അവസാന ഭാഗങ്ങൾ നിങ്ങൾ ഓരോരുത്തരും വായിച്ച് തന്നെ മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് പൊതുവെ ഭാഷാപരമായിട്ടും ആശയപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും ഒക്കെ വളരെ വ്യത്യസ്തമായി നിൽക്കുന്ന പലതരം തലക്കെട്ടുകളോടുകൂടി ഈ ഓരോ അധ്യായത്തിൻ്റെയും തലക്കെട്ടുകളാണ് എന്നെ വായിക്കാൻ കൂടുതൽ ഉത്സാഹം ഉണ്ടാക്കിയിട്ടുള്ളത്. എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ എന്നെ ചിന്തിപ്പിച്ചത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ആമുഖ ഭാഗമുണ്ട്. ആ ആമുഖ ഭാഗത്ത് 3 ജ്ഞാനികളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പം അതിൻ്റെ അവസാനം നമ്മൾ പലതരത്തിലുള്ള മതസൗഹാർദ്ദത്തിൻ്റെ പ്രാധാന്യം എത്രയാണ്, സ്നേഹിക്കാൻ മാത്രം പഠിക്കുന്ന മതങ്ങൾ പിന്നീട് എങ്ങനെയാണ് വേറെ പലതരത്തിലേക്ക് മാറുന്നത് എന്നുള്ള ചിന്തകളൊക്കെ ഇതിലേക്ക് കടന്നു വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പുസ്തകം വായിച്ചപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഇതിൻ്റെ അവസാനം ഞാൻ പറയുന്നില്ല, അത് പറയാൻ എനിക്ക് വളരെ രസകരമായിട്ട് വായിച്ചിരിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഈ പുസ്തകം വായിക്കണം. അങ്ങനെ വായിച്ചാൽ മാത്രമാണ് ഇതിൻ്റെ ഒരു സത്ത ഉൾക്കൊണ്ട് നമുക്കിത് മനസ്സിലാക്കാൻ പറ്റൂ. അപ്പം അത്രയാണ് ഈ ഒരു പുസ്തകത്തെ പറ്റി എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ. പലതരത്തിലുള്ള തെറ്റുകൾ ഉണ്ടായിരിക്കാം. അപ്പം ഇനി കൂടുതലായിട്ട് ഹലോ. സാർ കേൾക്കുന്നുണ്ടോ? ഓക്കെ. വളരെ നന്നായിട്ടുണ്ട് കേട്ടോ. വളരെ ഡീപ്പായിട്ട് തന്നെ അതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്, നല്ലതായിട്ട് വായിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. ഞാൻ കാണാത്ത അല്ലെങ്കിൽ ഞാൻ എഴുതുന്ന സമയത്ത് ചിന്തിക്കാത്ത പല ഇന്റർപ്രിറ്റേഷൻസും ഒക്കെ അതിലിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണല്ലോ ഓരോ വായനക്കാർ ചെയ്യുന്ന സമയത്ത് ഓരോ വായനക്കാരും നമ്മൾ എഴുത്തുകാർ പോലും വിചാരിക്കാത്ത ഇന്റർപ്രിറ്റേഷൻസ് നമുക്ക് പറഞ്ഞു തരുന്നതാണ്. വളരെ നന്നായിട്ടുണ്ടായിരുന്നു. താങ്ക് യു. എന്തെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ അതിനുള്ള ഉത്തരം പറഞ്ഞാൽ മതി. എങ്ങനെയാണ് സാർ, എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇതിൽ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. അപ്പൊ ഈ കഥാപാത്രങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തോട് എപ്പോഴെങ്കിലും വന്നവരാണോ എന്നുള്ളതാണ്. അപ്പൊ ഒരു വാക്കും കൂടി എന്ന് പറഞ്ഞിട്ട് ഈ നൂറുൽ മുനീറുൽ പൂർണ്ണാനന്ദന്റെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണെന്ന് അറിയാനൊരു താല്പര്യം ഉണ്ടായിരുന്നു. അത് ആക്ച്വലി ഒരു ഫിക്ഷൻ ആണ്, പക്ഷെ അതുപോലത്തെ പല കഥാപാത്രങ്ങളെയും പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട് യാത്രകളിലൊക്കെ. അപ്പം അവർക്ക് അവരുടെ ഒരു പൂർവാശ്രമം എന്തായിരിക്കും ഞാനിങ്ങനെ ആലോചിച്ചപ്പോഴാണ് എനിക്കിങ്ങനെ ഒരു കണക്ഷൻ കിട്ടിയത്. അല്ലാതെ ഒറിജിനലി അവരല്ല, പക്ഷെ അങ്ങനത്തെ ഒരുപാട് മനുഷ്യന്മാരിങ്ങനെ കടന്നു പോയിട്ടുണ്ട് ലൈഫിലൂടെ. അങ്ങനെയാണ് ഞാൻ ആ ഒരു സ്കെൽറ്റനിലേക്ക് കുറച്ച് ഫ്ലഷ് ഒക്കെ ചേർത്തിട്ട് അങ്ങനെ ചെയ്തതാണ്. ഭാഷ പിന്നെ ഭയങ്കരമായിട്ട് നല്ലൊരു ഭാഷ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഭാഷ. അത് രസമായിട്ട് വായിക്കായിരുന്നു. അപ്പോൾ എൻ്റെ സ്ഥലം പട്ടാമ്പിയാണ്. അപ്പോൾ ഏകദേശം മലപ്പുറത്തിനോടെല്ലാം ചേർന്നൊരു ഭാഗമാണ്. അപ്പോൾ നമ്മുടെ പല സുഹൃത്തുക്കളും കോഴിക്കോട്ടൊക്കെയുള്ള ആൾക്കാരൊക്കെ ഇഞ്ഞി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇതിങ്ങനെ വായിക്കുമ്പോൾ അവരാണ് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തങ്ങുന്നത്. അപ്പോൾ ഈ ഒരു ഭാഷ തിരഞ്ഞെടുക്കാൻ ഭാഷ എന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും പരിചിതമായിട്ടുള്ള ഭാഷയാണത്. ഞാൻ എന്നും സംസാരിക്കുന്ന ഭാഷയാണ്. എൻ്റെ നാടിനെ കുറിച്ച് കഥ എഴുതുന്ന സമയത്ത് നീ എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചാൽ അതാണ് പെർഫെക്റ്റ് അല്ല. നീ ഏട്ടാ പോണേ എന്ന് ചോദിച്ചാൽ തന്നെ ആ ഒരു നാടിനോട് അത് ശരിക്കും ചേർന്ന് നിൽക്കുള്ളൂ. അല്ലെങ്കിൽ അത് ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ട് തോന്നും. നമ്മള് തമിഴ് സിനിമയൊക്കെ ഡബ് ചെയ്യുന്ന സമയത്ത് അല്ലേ, അതുപോലെ ആയി പോകും. അതുകൊണ്ട് എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സോണാണ് എൻ്റെ നാട്, എൻ്റെ
കോഴിക്കോട് ഇതൊക്കെ. അപ്പം ആ ഒരു എലമെന്റ് എനിക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതാണ്. പറഞ്ഞോളൂ, ആരെങ്കിലും എന്തെങ്കിലും. ഇതിലിപ്പോ ഞാൻ പല കാര്യങ്ങളും നമ്മൾ മനസ്സിലായ കാര്യങ്ങളാണ് പറഞ്ഞത്. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ തെറ്റുകളുണ്ടോ എന്നുള്ളതൊന്നും എനിക്ക് അറിയില്ല. ഇല്ല, കാരണം ഒരു ലിറ്ററേച്ചർ നമ്മൾ റിവ്യൂ ചെയ്യുന്ന സമയത്ത് അതിൽ തെറ്റുകൾ ശരികളൊന്നുമില്ല, നമ്മളുടെ ഇന്റർപ്രിട്ടേഷൻസ് ആണത്. അപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ നമ്മൾ അവതരിപ്പിക്കുന്നു. അതിപ്പോ എഴുതിയ ആൾ അതിനെ ആയിരിക്കണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. എഴുതിയ ആള് ഉദ്ദേശിച്ചത് ഇതായിരിക്കണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഓക്കെ, താങ്ക് യു സാർ. ഞാനിപ്പം ഇതിന്റെ സെക്കൻഡ് പാർട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ബൈ ജാനുവരി മിഡ് ഇതിന്റെ 2ാം ഭാഗം വിപണിയിലെത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓൾമോസ്റ്റ് ഇപ്പം അതിന്റെ ടൈപ്പിംഗ് ഒക്കെ പ്രൂഫ് ചെക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും അത് വായിക്കണം ആ സമയത്ത് എന്താ പറയുന്നത്. വളരെ സന്തോഷം. നമ്മളിങ്ങനെ ഒരു പരിപാടി ചെയ്യുന്നതിന്റെ ഇടയിൽ തന്നെ ഇതിന്റെ ഒരു 2ാം ഭാഗം വരികയെന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. എന്തായാലും അത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇതിങ്ങനെ ഇതിന്റെ ഒരു കവർ പേജ് ഭയങ്കര ഒരു ഭംഗിയായിരുന്നു. നമുക്കിപ്പോ പലതും നമ്മളെ അങ്ങനെ ആകർഷിക്കുന്നുണ്ട്. അതിൽ എന്താണ് ഇതിന്റെ സാധനം എന്നുള്ളത് നമ്മളിങ്ങനെ ചിന്തിപ്പിക്കുന്നുണ്ട്. അതുപോലെ ഇൻസ്റ്റാഗ്രാം റീൽസ് ഒക്കെ ഇപ്പൊ കുറെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതും ഭയങ്കര ഓക്കെ. ഞാൻ ഈ സെക്കൻഡ് അധ്യായത്തിന്റെ 2ാം ഭാഗത്തിന്റെ ചെറിയൊരു പോർഷൻ ഞാൻ ഏതായാലും നിങ്ങൾക്ക് വായിച്ചു തരാം. നിങ്ങളാണ് ഇത് ആദ്യമായിട്ട് കേൾക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഏതായാലും അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു പാരഗ്രാഫ് ഞാനിങ്ങ് വായിക്കാം. പുസ്തകം വായിച്ച ആൾക്കാർക്ക് ഇത് കണക്ട് ആവുള്ളൂ കേട്ടോ. കാരണം 2ാമത്തെ ഭാഗവും കൂടി ആവുമ്പോഴേ വായിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അവറാൻ മുല്ലയുടെ മകൻ സുബഹി ബാങ്ക് നീട്ടി വിളിച്ചു. കടപ്പത്തെ തങ്ങളുടെ ജാറത്തിൽ മുത്തി ചുംബിച്ചുകൊണ്ട് 2 ആത്മാവുകൾ പൂഴിപ്പരപ്പിലൂടെ നടന്നു പോകുന്ന സ്വപ്നം പാതിക്ക് മുറിച്ച് ജയദേവൻ ഉറക്കം വിട്ടുണർന്നു. ഉറങ്ങുമ്പോൾ ചേർത്ത് പിടിച്ച തസ്ബിഹുമാല കട്ടിലിൽ വെച്ച് ഉളു എടുക്കാനായി നേർച്ചക്കുളത്തിലേക്ക് നടന്നു. ആമത്താളി ഇലകൾ പഴുത്ത് ഞെട്ടറ്റ് ജലോപരിതലത്തിൽ ചുംബിച്ചമർന്നു കിടക്കുന്ന നേർച്ചക്കുളം. അതിന്റെ പടവുകൾ സൂര്യകാന്ത കല്ലുകൾ കൊണ്ടാണ് പടുത്തിരിക്കുന്നത്. ഉദയസൂര്യന്റെ കവിളുകൾ ആ കല്ലുകളോട് ചേരുമ്പോൾ അത് വല്ലാതെ തുടുക്കും. അരികുകൾ തിളങ്ങും. ആ നാടിനെ കാക്കാൻ വേണ്ടി മാത്രം ആകാശത്തോളം വളർന്ന് കുടചൂടി നിൽക്കുന്ന മരങ്ങളിലൊക്കെയും അതിന്റെ പ്രതിബിംബം പതിക്കും. കുളത്തിനോട് അരികു ചേർന്ന് കിടക്കുന്ന വല്ലാക്കൽ താഴത്ത് ശ്രീ ഭഗവതിക്കാവിൽ മണ്ണിനെ മാറോട് ചേർത്ത് കാക്കുന്ന നാഗങ്ങൾ ഇടയ്ക്കും തലയ്ക്കും മതത്തിന്റെ മുൾവേലി നുഴഞ്ഞ് പള്ളിക്കുളത്തിലേക്ക് ഇഴഞ്ഞിറങ്ങി ഇരട്ട നാവ് നീട്ടി തേവി കുടിച്ച് പൈതാഹം നീർത്ത് സൂര്യകാന്ത കൽപ്പടവുകളിൽ പോക്കുവയിലേറ്റ് കിടക്കാറുമുണ്ട്. ജയദേവൻ നഗ്നപാദങ്ങൾ കുളത്തിന്റെ ആദ്യ പടവിൽ ചവിട്ടിയുരുമ്മി ശുദ്ധം വരുത്തി. സുബഹി ബാങ്കിനും ഇഖാമത്തിനും ഇടയിലുള്ള സമയമാണ്. ഏത് നിമിഷവും മലക്കുകൾ വാനലോകത്തേക്ക് മടങ്ങിപ്പോയേക്കാം. ജയദേവൻ നിലാവ് കലർന്ന വെള്ളത്തിലേക്ക് കുനിഞ്ഞ് കൈകൾ നീട്ടി. കഴുത്തിൽ കെട്ടിയ ഉറുക്ക് ഊഞ്ഞാല് പോലെ ആടി ഉലഞ്ഞു. കാവിന് കാറ്റ് പിടിച്ചു. കന്നിമാസത്തിലെ ആയില്യം നാളാണ്. കാറ്റിന് നൂറിന്റെയും മഞ്ഞളിന്റെയും ഗന്ധം. വൃശ്ചിക ലഗ്നത്തിൽ ദ്വാദശി തിഥിയിൽ ഭൂമിയിൽ ജന്മചക്രം ആരംഭിച്ച നാഗത്താന്മാരുടെ തലമുറകൾ നേർച്ചക്കുളത്തിന് ചുറ്റും ഇഴഞ്ഞു നടന്നു. തലയിൽ സ്വർണ്ണപ്പൊട്ടുകളും ഉടലിൽ ചെമ്പൻ വരകളുമുള്ള കുഞ്ഞു സർപ്പം സൂര്യകാന്ത കല്ലും നക്കിക്കൊണ്ട് പടവിൽ മയങ്ങിക്കിടപ്പുണ്ട്. നാഗങ്ങൾ കാവ് വിട്ടിറങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. അങ്ങനെയാണ് ഞാനത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ജയദേവനിൽ നിന്നാണ് പിന്നീട് കഥ ഞാൻ 2ാമത് കൊണ്ടുവരുന്നത്. ഭയങ്കര സന്തോഷം ഇതിങ്ങനെ കേട്ടപ്പോ. ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു പ്രൂഫ് റീഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. പബ്ലിക്കേഷൻ സെക്കൻഡ് അടുത്ത് തന്നെ ഉണ്ടായിരിക്കും മാഷേ? ഓൾറെഡി പ്രിന്റിങ് കയറാനായിട്ടുണ്ട്. പ്രൂഫ് ചെക്കിങ്ങിലാണ്. നമ്മുടെ KLF-ലേക്കാണ് ഇത് ഇറക്കുന്നത്. കോഴിക്കോട് KLF ഉണ്ടാവുമല്ലോ, KLF-ലേക്ക് ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജനുവരി, അപ്പോ 25 ആ സമയത്ത്. അതെ അതെ, ഞാൻ എന്തായാലും വരും. ഓ തീർച്ചയായിട്ടും കാണാം. കാണാം സാർ. താങ്ക് യു.
അപ്പം ഇനി എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? നമ്മുടെ ഈ ആദ്യത്തെ പുസ്തകത്തിലേക്ക് നമുക്ക് വഴിയൊന്ന് പറയാവോ, അങ്ങനെ എത്തിച്ചേർന്നു എന്നുള്ള? അത് ഞാൻ ഈ പറഞ്ഞില്ലേ, കാശിയിൽ പോകുന്ന സമയത്ത് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്ന ബോധോദയങ്ങളാണ് അതൊക്കെ. അപ്പോ അങ്ങനെ ഞാനൊരു ഒരു സ്പിരിച്വൽ ടച്ചുള്ള സാധനമായിരുന്നില്ല എഴുതിയത്. പക്ഷെ സത്യം പറഞ്ഞാൽ ഇതിന്റെ ആദ്യത്തെ 5 ചാപ്റ്റർ ഞാൻ പിന്നീട് ലാസ്റ്റ് എഴുതി ചേർത്തതാ. കാശി ഈ സത്യം പറഞ്ഞ ഈ പുസ്തകത്തിൽ ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് ഞാൻ 5 ചാപ്റ്റർ ആദ്യത്തിൽ ഇതിലേക്ക് മിക്സ് ചെയ്തത്. ആദ്യത്തെയും അവസാനത്തെയും ചാപ്റ്റേഴ്സ് ഞാൻ വളരെ കഴിഞ്ഞിട്ട് എഴുതിയത്. 5ാമത്തെ ചാപ്റ്റർ ആയിരുന്നു സത്യം പറഞ്ഞ എൻ്റെ 1ാമത്തെ ചാപ്റ്റർ. പിന്നീട് ഞാൻ എഡിറ്റ് ചെയ്ത സമയത്താണ് ഇങ്ങനെ കാശിയും കൂടി അതിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യാന്ന് തോന്നിയതും കുറച്ചും കൂടിയും അതിന് കുറച്ച് ഡെപ്ത് ഉണ്ടാവുമല്ലോ എന്ന് തോന്നിയിട്ട് അങ്ങനെ ആഡ് ചെയ്തതാ. പൊതുവെ നോവലിന്റെ നല്ലൊരു വായനക്കാരനായി ആണോ? നോവലുകൾ ധാരാളം വായിച്ചിട്ടുള്ള? മീൻസ് എൻ്റെ റീഡിംഗ് ഒക്കെ നടന്നത് എൻ്റെ മൊബൈൽ ഫോണൊക്കെ വരുന്നതിന് തൊട്ട് മുമ്പുള്ള കാലത്തായിരുന്നു. മാക്സിമം എല്ലാവരും വായിക്കുന്ന പോലെ മുകുന്ദന്റെയും OV വിജയന്റെയും എന്ന് പറഞ്ഞ എല്ലാവരുടെയും ലിറ്ററേച്ചർ വായിക്കായിരുന്നു. പക്ഷെ ഇപ്പം വളരെ കുറവാണ്. ഇപ്പൊ ജേർണലിസ്റ്റ് ആണ്. അധ്യാപകന്. അതെ അതെ അതെ. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല പനിയും തലവേദനയുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് അത്രയ്ക്കൊരു ആക്റ്റീവായിട്ട് സംസാരിക്കാൻ പറ്റാത്തത്. വളരെ നന്നായി സംസാരിച്ചു മാഷ്. ഞാൻ ഹോസ്പിറ്റലിൽ ആക്ച്വലി ഉള്ളത്. അയ്യോ, അതിന്റെ ഇടയിലായിരുന്നു. അയ്യോ, അപ്പൊ നമുക്കത് അല്ല, കുഴപ്പമില്ല. പക്ഷെ സ്നേഹ വളരെ വിശദമായി ആഴത്തില് അതെ അതെ അതൊക്കെ നീന്തി തുടിക്കുകയായിരുന്നു. വളരെ കുറച്ച് ദിവസമായിട്ട് പുസ്തകം കയ്യിൽ കിട്ടിയിട്ട് അല്ലേ? അതെ അതെ മാഷെ, കുറച്ച് ദിവസമായിട്ടേ ഉള്ളൂ. ഞാൻ മാഷിനോട് ചോദിച്ചു മേടിച്ചതാണ് പുസ്തകം. പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ കോളേജിൽ എനിക്ക് നേരിട്ട് വരാൻ പറ്റുകയാണെങ്കിൽ എപ്പോഴെങ്കിലും നിങ്ങൾ പറയുകയാണെങ്കിൽ നമുക്കൊരു നേരിട്ട് സെഷൻ വെക്കാം. മ്യൂട്ട് ആണെന്ന് തോന്നുന്നു. പക്ഷേ കേൾക്കണില്ല പറയുന്നു. പക്ഷെ പറഞ്ഞോളൂ. എന്തോ പ്രശ്നമുണ്ടോ? ഇപ്പൊ കേൾക്കാം. അവിടെ ഞങ്ങളുടെ കോളേജ് നിൽക്കുന്ന എറണാകുളം ജില്ലയുടെ വടക്കേ വന്നിട്ടുണ്ട്. എറണാകുളത്തേക്ക് വരാറുണ്ട്. UC കോളേജിൽ ആലുവയിലൊക്കെ വന്നിട്ടുണ്ട് ഞാന്. അതുവഴി പോകുന്ന വഴിയാണ് മൂത്തകുന്നം. നമ്മുടെ സുകുമാർ അഴീക്കോട് സാറ് 10 വർഷം ഇവിടെ പ്രിൻസിപ്പളായിരുന്നു. അടിപൊളി. നോക്കാം, നമുക്ക് അതുവഴി വരുന്ന ഏതെങ്കിലും ഒരു ദിവസം നമുക്കൊരു പ്രോഗ്രാം പ്ലാൻ ചെയ്യാം. അതെ സാറ് പറഞ്ഞു. സന്തോഷം. ഇവിടെ ബിശ്വാസ് ഞങ്ങളുടെ യൂണിയൻ ചെയർമാൻ കൂടിയാണ്, ചെയർപേഴ്സൺ കൂടിയാണ്. ഇപ്പൊ ഒരു സുഹൃത്തുണ്ടെന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ ഇതില് നല്ല വായനക്കാരനാണ്. പ്രോഗ്രാം ഒക്കെ അവതരിപ്പിക്കുന്ന ആളാണ്. പരിപാടികളിൽ പങ്കെടുക്കാൻ. ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, ഈ ഒരു പുസ്തകം എഴുതാനായിട്ട് എത്ര കാലം എടുത്തു? ഇത് ഒരു ഞാൻ സത്യം പറഞ്ഞ മടിയനായതുകൊണ്ട് ഏകദേശം ഒരു 4-5 വർഷം എടുത്തിട്ടുണ്ട് എഴുതാൻ. അത്രയും ഡെപ്തിൽ പോയതുകൊണ്ടൊന്നല്ല. ഒരു ചാപ്റ്റർ എഴുതും, മടിയാവും, പിന്നെ ഒരു 6 മാസം കഴിഞ്ഞിട്ടൊക്കെ എടുക്കും. അങ്ങനെ എഴുതിയത്. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഒരു 3 മാസമൊക്കെ ഇരുന്നാൽ എഴുതി തീർക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഇത് തന്നെ പകുതി എഴുതി കഴിഞ്ഞ് ബാക്കി പകുതിക്ക് അവിടെ വെയിറ്റിംഗ് അവരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പബ്ലിഷേഴ്സ് എപ്പൊ കിട്ടും. ഇത് എഴുതാനുള്ളൊരു ഇത് കൂടി വരണ്ടേ. ഒരുപാട് സന്തോഷം. ഈ ഒരു പനി പിടിച്ചിരിക്കുമ്പോഴും ഞങ്ങളോടൊപ്പം ചേർന്ന് സ്നേഹ ഈ പറഞ്ഞ പോലെ അതിമനോഹരമായിട്ട് അവതരിപ്പിച്ചു. അല്ലേ, ഇങ്ങനെ അതിന്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ നിൽക്കായിരുന്നു സ്നേഹ എന്ന് തോന്നി. എന്തായാലും മാഷെ ഒന്ന് കാണണമെന്ന് പറഞ്ഞ പോലെ അടുത്ത ദിവസം ഇതൊക്കെ കഴിഞ്ഞിട്ട് വരാൻ ശ്രമിക്കാം. മാഷിന്റെ സുഹൃത്തുക്കള് പങ്കെടുക്കുന്നുണ്ടോ? സംസാരിക്കുന്നുണ്ടെങ്കിൽ. എങ്ങനെ? മാഷിന്റെ സുഹൃത്തുക്കളുണ്ടോ? അതിൽ പങ്കെടുക്കുന്നുണ്ടോ?
ഏതിലാ? പ്രോഗ്രാമിലെ ഇപ്പോ കൂടെ ഇല്ല അല്ലേ? ഇല്ല ഇല്ല. പക്ഷേ ധന്യ ഉണ്ടല്ലോ, ധന്യ 2 വാക്ക് പറയുന്നു തോന്നുന്നു. എന്നെയാണോ വിളിച്ചത് ഹീര ടീച്ചർ? അതെ അതെ, ഡോക്ടർ ധന്യ. സത്യത്തില് ഞാന് പുസ്തകം ഇത് വായിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ മിണ്ടാതിരുന്നതാ. ശരിക്കും ഇത് കണ്ടിട്ടുണ്ടായിരുന്നു സ്റ്റാറ്റസുകളിലും ഇൻസ്റ്റയിലും, പിന്നെ റിവ്യൂസ് ഒക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് വായിച്ചിട്ടില്ല. ഇപ്പൊ വായിക്കാത്തത് കൊണ്ടേ ഞാൻ അഭിപ്രായം പറയാഞ്ഞതാ, വായിച്ചു കഴിഞ്ഞിട്ട് വേണ്ടേ. പക്ഷെ ഈ സെക്കൻഡ് പാർട്ട് കേട്ടപ്പോ അത് വായിക്കാനുള്ള ആ ഭാഷയുടെ ഒരു ഭംഗിയും ആ എഴുത്തിന്റെ ഒരു ഭംഗിയൊക്കെ ആ ഒരു പാരഗ്രാഫ് വായിച്ചപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായി. പിന്നെ സ്നേഹ നല്ല ഭംഗിയായിട്ടാണ് അവതരിപ്പിച്ചത്. അതിനിടയ്ക്ക് എനിക്കൊരു കോള് വന്നിട്ട് മിസ്സായും പോയി. അപ്പൊ അത് കാരണം കൊണ്ട് ഞാൻ ഇങ്ങനെ സൈലന്റ് ആയിട്ട് ഇരുന്നതാ. പുസ്തകം വായിച്ചതിന് ശേഷം അഭിപ്രായം പറയാലോ. എന്തായാലും ആളെ വിളിക്കും നമ്മുടെ കോളേജിലേക്ക്, അപ്പൊ ഞാനും വരാം എന്തായാലും. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് സംസാരിക്കാം. ഓക്കെ. ഓ, സന്തോഷം സന്തോഷം. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ അത് പറയാം. അതെ, ഞാനും ഇത് പൂർണ്ണമായിട്ട് 2-3 പ്രാവശ്യം വായിച്ചു കേട്ടോ. പക്ഷേ കേൾക്കുന്നില്ലേ ഞാൻ പറയുന്നത്? കേക്കാം കേക്കാം. ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഒരു നോവൽ വസന്തക്കാലാണെന്ന് തോന്നുന്നു. മലയാളത്തിലെ ഇത്രയും നോവലുകള്, മാഷിന്റെ നോവലുകളും മാൻകൈൻഡ് തന്നെ മറ്റു നോവലുകളും ധാരാളം ഇങ്ങനെ വായിക്കപ്പെടുന്നുണ്ട്. മാഷിന്റെ പുതിയ പുസ്തകം മാൻകൈൻഡ് വഴിയാണ് വരുന്നത് കേട്ടപ്പോൾ അതും സന്തോഷായി. അതെ അതെ. ശരിക്കും യാത്ര കൊണ്ട് മനുഷ്യൻ ഇത്രമാത്രം നവീകരിക്കപ്പെടുന്നുള്ളതിന്റെ തെളിവാണ് ഒരു യാത്രികനായിട്ടുള്ള മാഷ് ഇങ്ങനെ ഒരു പുസ്തകം എഴുതിയെന്ന് തോന്നി. അതാ ഞാനത് ഇങ്ങനെ വന്നു എന്ന് ചോദിക്കാൻ കാരണം. ശരിക്കും ഈ നമ്മുടെ ഈ വ്യാഴാഴ്ച വായനാഴ്ച പരിപാടിയിൽ ഇങ്ങനെ മനുഷ്യരെ പരിചയപ്പെടുന്ന ഒരു പരിപാടിയും കൂടിയായിട്ടാണ് കാണുന്നത്. പുസ്തകം മാത്രമല്ല, ഇപ്പൊ നിസാർ മാഷിനെ പോലെയുള്ള ഒരാളെ നേരിട്ട് കാണാനും അദ്ദേഹം എഴുതിയ ഒരു കൃതി ഫ്രഷ് ആയിട്ടൊരു രാത്രികാലങ്ങളിലൊക്കെ പൂവിരിയുന്ന പോലുള്ളൊരു സുഗന്ധം ആ വായനയില് ഇപ്പൊ നേരത്തെ ധന്യ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു ഭാഷാസുഖം നല്ലവണ്ണം ഉണ്ടായിരുന്നു. ആ സുഖം ഈ പുസ്തകത്തിന്റെ അല്ലെങ്കിൽ ആദ്യ ഭാഗമായിട്ടുള്ള ഈ പുസ്തകത്തിലും ഉടനീളം ഉണ്ട്. ഒരുപാട് ദേശങ്ങൾ ഇതിലേക്ക് കടന്നു വരുന്നതിൻ്റെ ഒരു സുഖം. യാത്ര ചെയ്യുന്നവൻ മറ്റുള്ളവർക്ക് യാത്ര ചെയ്യാൻ പറ്റാത്തവർക്ക് എഴുത്തിലൂടെ അങ്ങനെ ഒരു യാത്രാനുഭവങ്ങൾ കൊടുക്കുന്നുണ്ട്. കുറെ മനുഷ്യരെയും ഈ പറഞ്ഞ മാതിരി അബ്ദു, മുനീറും, ദാസപ്പനും, ജയദേവനും ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ തലേന്ന് ഇറങ്ങി പോകുന്നില്ല. ഇടയ്ക്കൊക്കെ കണ്ണിലൂടെ അവരെ കാണുന്നുണ്ടെന്നുള്ള പറഞ്ഞ പോലെ കുറെ സമൂഹം, കുറെ ഭാഷകള്, ഇതൊക്കെ വലിയ അളവോളം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ടല്ലോ, ഇന്റലക്ച്വൽ ഹോണസ്റ്റി എന്ന് പറഞ്ഞ ഒരു ബുദ്ധിപരമായിട്ടുള്ള അല്ലെങ്കിൽ വൈജ്ഞാനികമായിട്ടുള്ള സത്യസന്ധത. അത് മാഷിന്റെ അനുഭവാധിഷ്ഠിതമായിട്ടുള്ള എഴുത്ത് തന്നെയാണെന്ന് ഇനി അല്ലാന്ന് പറഞ്ഞാലും നിഷേധിക്കാൻ പറ്റാത്തൊരു ഒരു ഒരു സുഖം ഇതിൽ ഉണ്ട് എന്നുള്ളതാണ്. ചില വരികളൊക്കെ ആ പറഞ്ഞ പോലെ ആരും മരിക്കാത്ത ഒരു ദിവസം എങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കും അമ്മേ എന്നൊക്കെ ചോദിക്കുമ്പോഴുള്ള അത്തരം എല്ലാ വരികളും അതെ. ഓരോ വരിയും ഞാനിത് നമ്മുടെ ഷിഹാബുദ്ദീൻ പൊയ്ത്തുംകടവിന്റെ ഭാഗ്യക്കുറി വെക്കുന്ന നോവല്, ഒരു ചെറിയ നോവലില്ലേ, ഭാഗ്യരേഖ. ഭാഗ്യരേഖയില് ഉപയോഗിക്കുന്ന ഒരു ഭാഷയുടെ ഒരു സുഖത്തിൽ വായിച്ചെടുക്കേണ്ടത്. അത് കവിതയോട് ചേർന്ന് നിൽക്കുന്ന, ഒരു പക്ഷെ മാഷ് ആദ്യകാലങ്ങളിൽ കവിത എഴുതിയിരുന്നോ എന്നൊക്കെ സംശയം തോന്നിക്കുന്ന രീതിയിലുള്ള എഴുത്താണ്. നമ്മൾ ഒരിക്കലും മാഷിന് ഇത്ര പെട്ടെന്ന് ഈ പ്രോഗ്രാമിലേക്ക് കിട്ടുമെന്ന് വിചാരിച്ചല്ല. നന്നായി മാഷ് അതിനെ കുറിച്ച് പറയുകയും ചെയ്തു, ഇത്രയും സുഖമില്ലാതിരിക്കുമ്പോൾ പോലും. പിന്നെ ഇത് വളരെ വിപ്ലവാത്മകമായിട്ടുള്ള അല്ലെങ്കിൽ ഈ കാലത്തിൻ്റെതായിട്ടുള്ള പലരും പറയാൻ മടിക്കുന്നതായിട്ടുള്ള കുറേ ചിന്തകളുടെ തീപ്പൊരികൾ ഇതിനകത്തുണ്ട്. അത് വായിക്കുമ്പോൾ അത് ശരിക്കും മനസ്സിലാവും. പിന്നെ പുതിയ കാല എഴുത്ത് യുവത സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇൻസ്റ്റയിലൊക്കെ ഇത് വലിയ ആഘോഷമാണെന്ന് നമ്മുടെ വിശ്വാസം പറഞ്ഞപ്പോൾ തോന്നിയത് ഇതിന്റെ ഒരു സിനിമാറ്റിക് സ്വഭാവം. ഇപ്പൊ റാം കെയർ ഓഫ് ആനന്ദിയൊക്കെ പോലെയുള്ള
എഴുത്തുകളുടെ ഒരു സ്വഭാവം, സിനിമാറ്റിക് സ്വഭാവം, അതാണ് ആദ്യത്തെ സിനിമാറ്റിക് നോവൽ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരുപക്ഷെ ഈ ജനുസിൽ ഒരുപാട് നമുക്ക് നമ്മളോട് ഹൃദയത്തോട് ചേരാൻ കാരണം അതിൻ്റെ ഒരു സിനിമാറ്റിക് സ്വഭാവവും പിന്നെ ഈ കുറേ കാഴ്ചകൾ തരുന്നുണ്ടല്ലോ. ഒരു പേജിനകത്ത് തന്നെ എത്രമാത്രം കാഴ്ചകളാണ് തരുന്നത്. ഇപ്പൊ നേരത്തെ സാറ് വായിച്ചപ്പോൾ തന്നെ അതിനും ഒരു ഉദാഹരണമാണ്. അതുപോലെ ഈ ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് കാശി അതിലേക്ക് കൂട്ടിച്ചേർത്തത് എന്ന് പറഞ്ഞപ്പോൾ വിശ്വസിക്കാൻ പറ്റിയില്ല. ഒരുപക്ഷെ ആ ആദ്യത്തെ ചാപ്റ്റർ മുതൽക്ക് എഴുതി തുടങ്ങി എന്ന് പറയുമ്പോൾ ചില വിഗ്രഹങ്ങളൊക്കെ പണിയുമ്പോൾ ചില പീസ് കൂട്ടിച്ചേർത്തിയിട്ട് പക്ഷെ നമുക്ക് പുറത്തേക്ക് അറിയാത്ത രീതിയിൽ ഞാൻ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ ഊരകത്തൊരു ശില്പം കാണുകയുണ്ടായി. ഊരകത്ത് ഒരു ശില്പി രാജൻ, അയാളൊരു 8 അടി ഹൈറ്റുള്ളൊരു ശില്പം പണിതുണ്ട്. പക്ഷെ അതിലൊരു മെയിൻ പീസ് അദ്ദേഹം അതിൽ കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു ഇതാണ്. പക്ഷെ അറിയില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു സാമ്യം തോന്നി ഇങ്ങനെ ഇത് കൂട്ടിച്ചേർത്താന്ന് പറഞ്ഞപ്പോൾ. എന്നാൽ അതിൻ്റെ ഒരു ഏച്ചു വെച്ചൊരു പ്രശ്നമൊന്നും അതിനകത്ത് തോന്നിയില്ല. എന്തായാലും ഭാഷയുടെ സൗന്ദര്യം നേരത്തെ സ്നേഹ പറഞ്ഞ പോലെ എടുത്തു പറയാതിരിക്കാൻ വയ്യ എന്നുള്ളതാണ്. എന്തായാലും മാഷിന് എഴുത്തിൻ്റെ ഒരുപാട് ആശംസകൾ നമ്മുടെ കോളേജിൻ്റെ വകയും കുട്ടികളുടെ വകയും അറിയിക്കുകയാണ്. ഇനിയും കുട്ടികൾ കൂടുതൽ സംസാരിക്കണം. മാഷിനെങ്ങനെ നമുക്ക് കയ്യോടെ കിട്ടിയതാണ്. അപ്പോൾ ഇന്നത്തെ അവതരണത്തിന് സ്നേഹയോട് പ്രത്യേകം സ്നേഹം പറയുകയാണ്. അതുപോലെ നല്ല രസമായിട്ട് അനു സ്വാഗതം പറഞ്ഞു. അനു ഒരു കോമേഴ്സ് വിദ്യാർത്ഥിയാണ്. നല്ല രീതിയിൽ ശബ്ദത്തിനൊരു സൗന്ദര്യം ഉണ്ട് അനുവിൻ്റെ, അത് പ്രത്യേകം ശ്രദ്ധിക്കുകയുണ്ടായി. ഇനി നന്ദി പറയാൻ പോകുന്ന അതുല്യക്കും പ്രത്യേകം ആശംസകൾ അറിയിക്കുകയാണ്. പിന്നെ നമുക്കിതിനു വേണ്ടി ഒരു റെക്കോർഡിംഗ് സംവിധാനം സമാന്തരമായിട്ട് ചെയ്തു തരുന്ന വിഷ്ണുവിനെ അവസരത്തിൽ ഓർക്കണം. വിഷ്ണു ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. എല്ലാ ലക്കവും നമുക്ക് വേണ്ടി ഇത് ചെയ്തു തരുന്നുണ്ട് എന്നുള്ള കാര്യവും ദ ഫീലിംഗ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നൊക്കെയുള്ള രീതിയിൽ പറയുകയാണ്. അപ്പോൾ സാറിന് പ്രത്യേകം സ്നേഹം അറിയിക്കുകയാണ് കേട്ടോ. നമ്മളെന്തായാലും വൈകാതെ നേരിൽ കാണും, ഉറപ്പാണ്. അതിൽ KLF സ്നേഹം പറഞ്ഞ പോലെ നമുക്ക് പോവാം. താങ്ക് യു. സന്തോഷം. എല്ലാവരെയും ഞാൻ KLF ക്ഷണിക്കുകയാണ് എൻ്റെ പുസ്തക പ്രകാശനത്തിലേക്ക്. ഞാനത് ഏകദേശം കവർ പേജ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പൊ അതായി കഴിഞ്ഞാൽ എന്തായാലും ഞാൻ നിങ്ങൾക്ക് അറിയിക്കാം. പുസ്തകത്തിന്റെ 2ാം ഭാഗത്തിന്റെ പേര് അഗർത്ത എന്നാണ്. അഗർത്ത. ഓക്കെ, അപ്പോ എല്ലാവരോടും ഒരുപാട് സന്തോഷം, നന്ദി അറിയിക്കുന്നു. അവിടെ മാഷിന്റെ കോളേജിലെ അധ്യാപകരോടും വിദ്യാർത്ഥികളോടും ഈ കോളേജിലെ അധ്യാപകരുടെയും വിദ്യാർത്ഥികളെ ആശംസകൾ അറിയിക്കണം. സ്നേഹം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. എന്നാ വിശ്വാസത്തെ നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു. സമയം. ശരി മാഷ്. എല്ലാവർക്കും ഒന്നുകൂടി നമസ്കാരം. എന്തായാലും വളരെ നല്ല രീതിയിൽ തന്നെ സ്നേഹ ആ പുസ്തകത്തെ നമുക്ക് പരിചയപ്പെടുത്തി. പരിചയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അതിന്റെ സസ്പെൻസ് ഒന്നും പൊളിക്കാതെ വായിക്കാനുള്ള ത്വര മനസ്സിലിട്ടിട്ട് ഒരു പുതിയ എപ്പിസോഡ് തുറന്നു വെച്ചിട്ടാണ് സ്നേഹ പോയത്. അപ്പൊ ആ അവതരണ രീതി വളരെ മികച്ചതായിരുന്നു എന്ന് പറയാതെ വയ്യ. ഇനി ഒരാൾ ആ പുസ്തകം വായിക്കേണ്ടെന്ന് കരുതില്ല, എന്തായാലും വായിക്കണം എന്ന് കരുതു. ആ ഒരു ത്വരയ്ക്ക് തീവ്രത കൂട്ടാൻ എന്നുള്ള തരത്തിൽ ഗ്രന്ഥകർത്താവ് 2ാം ഭാഗത്തിന്റെ ഒരു ചെറിയ ഭാഗം കൂടി അവതരിപ്പിച്ചപ്പോ ആ ഒരു ആകാംക്ഷ കൂടി എന്ന് പറയാം. അപ്പോ അത്തരത്തില് ഇന്നത്തെ പതിപ്പ് വളരെ ആകർഷകമായിട്ട് തോന്നി. പിന്നെ അതിലുപരി എന്റെ നാട്ടുകാരനായിട്ടുള്ള ഒരാളെ തന്നെ അദ്ദേഹത്തിന്റെ പുസ്തകം തന്നെ ഇവിടെ ചർച്ച ചെയ്യാൻ ഇന്ന് ഭാഗ്യം കിട്ടിയതിലും വ്യക്തിപരമായിട്ടുള്ള സന്തോഷം കൂടി പറയാണ്. അധികം ദീർഘിപ്പിക്കുന്നില്ല. ഈ ഹോസ്റ്റലിലെ ഫുഡിന്റെ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് അതുല്യ 2ാം വർഷ BEd ഇംഗ്ലീഷ് വിദ്യാർത്ഥിനിയായ അതുല്യയെ നന്ദി പറയാൻ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? എല്ലാവർക്കും നമസ്കാരം. SNM ട്രെയിനിങ് കോളേജ് മൂത്തകുന്നം ലിറ്റററി ക്ലബ്ബും ലൈബ്രറി റീഡേഴ്സ് ഫോറവും സംഘടിപ്പിക്കുന്ന പ്രതിവാര പുസ്തക നിരൂപണ പരിപാടിയായ വ്യാഴാഴ്ച വായനാഴ്ചയുടെ മറ്റൊരു അധ്യായത്തിൻ്റെ അവസാനത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഓരോ വ്യാഴാഴ്ചകളിലും ഓരോ പുതിയ പുസ്തകത്തെ പരിചയപ്പെടാനും എഴുത്തുകാരുമായി സംസാരിക്കുവാനും വായനാപ്രേമികൾക്ക് സംവദിക്കാനും സാധിക്കുന്ന ഒരു വേദിയാണ് വ്യാഴാഴ്ച വായനാഴ്ച. നിസാർ ഇൽത്തുമിഷ് എഴുതിയ നൂറുൽ മുനീറുൽ പൂർണ്ണാനന്ദ എന്ന പുസ്തകത്തെയാണ് നാം ഇന്ന് പരിചയപ്പെട്ടത്. പുസ്തകത്തെ വളരെ ആഴത്തിൽ അറിഞ്ഞ് പുസ്തക നിരൂപണം അവതരിപ്പിച്ച സ്നേഹിക്ക് ആദ്യം തന്നെ പ്രത്യേകം അഭിനന്ദനങ്ങൾ നേരുകയാണ്.
ഇന്നത്തെ ചടങ്ങിന് നന്ദി അർപ്പിച്ച് സംസാരിക്കുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായി നമ്മുടെ കോളേജിൻ്റെ ഏതൊരു പ്രോഗ്രാമിനും മുന്നിൽ നിന്ന് നയിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ ഡോക്ടർ PS സുസ്മിത മാമിന് ഏറെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുകയാണ്. വ്യാഴാഴ്ച വായനാഴ്ച പ്രോഗ്രാമിൻ്റെ നെടുന്തൂണുകളായി നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സ്റ്റാഫ് കോർഡിനേറ്റേഴ്സ് ആയിട്ടുള്ള ഡോക്ടർ KS കൃഷ്ണകുമാർ മാഷിനും ഡോക്ടർ ഹീര KS മാമിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നമുക്ക് വേണ്ടി ഇന്ന് തൻ്റെ വായനാനുഭവം പങ്കുവച്ച 2ാം വർഷ B.Ed മലയാളം വിദ്യാർത്ഥിനി സ്നേഹ എമ്മിന് സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി നന്ദി അറിയിക്കുന്നു. ഇന്ന് നമ്മുടെ കൂടെ നമ്മുടെ പ്രോഗ്രാമിൽ ഉടനീളം പങ്കെടുക്കുകയും വയ്യാതിരുന്നിട്ട് പോലും വളരെ ആക്റ്റീവായിട്ട് നമ്മുടെ പ്രോഗ്രാമിൽ നിൽക്കുകയും അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും പുതിയ പുസ്തകത്തിൽ ഏതാനും വരികൾ നമുക്ക് വേണ്ടി പങ്കുവയ്ക്കുകയും ചെയ്ത ശ്രീ നിസാർ ഇൽത്തുമിഷ് മാഷിന് എൻ്റെ പേരിലും SNM ട്രെയിനിങ് കോളേജിൻ്റെ പേരിലും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നമ്മുടെ പ്രോഗ്രാമിൻ്റെ വ്യാഴാഴ്ച വായനാഴ്ച പ്രോഗ്രാമിൻ്റെ സ്റ്റുഡൻറ് കോർഡിനേറ്റർ ആയിട്ടുള്ള ലയന ടീക്കും ഏറെ നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ പരിപാടി വളരെ ഭംഗിയായി തന്നെ മോഡറേറ്റ് ചെയ്ത് സംസാരിച്ച ബിശ്വാസിനും സ്വാഗതം ആശംസിച്ച അനുവിനും നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഇന്നത്തെ വ്യാഴാഴ്ച വായനാഴ്ച പരിപാടിയിൽ പങ്കുചേരുകയും ചർച്ചയിൽ പങ്കെടുക്കുകയും ചെയ്ത എല്ലാവർക്കും ഒത്തിരി സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഒരിക്കൽ കൂടി ഏവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്. വൈകാതെ കാണാം മാഷെ. കാണാം. സന്തോഷം. ആയിക്കോട്ടെ.